പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ സ്വർഗീയ മധ്യസ്ഥതയുടെ തണലിൽ ഈ സന്ധ്യയിൽ ഈ ആലയത്തിൽ കൂടി വന്നിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവിന് മുമ്പിൽ അമ്മ കാഴ്ചവെക്കണമേ. നമുക്ക് ഏറ്റവും താഴ്മയോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, അറിവോട് അറിവ് കൂടാതെ, മനസ്സോട് മനസ്സ് കൂടാതെ അനേകം പാപങ്ങളാൽ മലിനപ്പെട്ട ഈ ജീവിതം ദൈവകരങ്ങളാൽ വാഴ്ത്തപ്പെടാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥത ഞങ്ങൾക്ക് കോട്ടയാകണമേ. ഞങ്ങളിപ്പോൾ ഈ ആലയത്തിലിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി തന്ന ഞങ്ങളുടെ ഭവനത്തെ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അടിയങ്ങളുടെ ജീവിത പങ്കാളി, ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, മാതാപിതാക്കന്മാർ അങ്ങ് ദാനമായി തന്നതെല്ലാം കാഴ്ചവെക്കുന്നു. പൈശാചിക പീഡകളിൽ നിന്ന്, പാപത്തിന്റെ കറകളിൽ നിന്ന് അങ്ങേ തിരുരക്തത്താൽ ഞങ്ങളെ പൊതിയണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. സഹീനൂട്ടശാലിയിൽ അപ്പോസ്തലന്മാരിൽ പകർന്ന ദൈവത്തിന്റെ ആത്മാവെ ഞങ്ങളിൽ നിറയണമേ. ദൈവവചനത്തിൽ യേശു നമ്മെ ഇങ്ങനെ പഠിപ്പിച്ചു: പാവവും ദുഷ്ടതയുള്ളവരായ നിങ്ങൾ പോലും നിങ്ങളുടെ മക്കൾ നിങ്ങളോട് അപ്പം ചോദിച്ചാൽ കല്ല് പറഞ്ഞു കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ പിടിച്ചു കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ഇല്ലല്ലോ. ദുഷ്ടരായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് അവർ മക്കളായതുകൊണ്ട് നല്ലത് ചെയ്യുന്നു എങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് അവിടുന്ന് എത്രയധികമായി തൻ്റെ ആത്മാവിനെ നൽകും. ചോദിച്ചു വാങ്ങേണ്ട ഒന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പ്രിയപ്പെട്ടവരെ, കണ്ണുകളടച്ചൊന്ന് ധ്യാനിച്ച് ഈ പകൽക്കാലം നമ്മളെ പോലെയുള്ള അനേകം മനുഷ്യർ ഏതൊക്കെയോ ആശുപത്രികളുടെ മുമ്പിൽ പോയിക്കോ നിൽക്കുകയാണ്. വേറെ ചിലർ വൈദ്യന്മാരുടെ പരിശോധനയാൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വേറെ ചിലർ ഓപ്പറേഷനും മറ്റും വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ചിലർ മരണപ്പെട്ടു, ചിലർ കബറടക്കപ്പെട്ടു. നാളെ ഒരുപക്ഷെ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കും. എന്നാൽ ഇന്ന് ദൈവം എനിക്ക് നിങ്ങൾക്കും ബലവും ആരോഗ്യം തന്നിട്ട് ഒരിക്കൽ കൂടെ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മെ വാഴ്ത്തിയിരിക്കുന്നു. സ്വർഗത്തിൻ്റെ ആത്മാവേ, ഞങ്ങളുടെ മേൽ കരുണയാകണമേ. ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകണമേ. കഴിയുമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് കണ്ണുകളടച്ച് കരങ്ങൾ മലർത്തിപ്പിടിച്ചുകൊണ്ട് ആത്മാവിനെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇന്നത്തെ വചനം കേൾക്കുവാനും അനുഗ്രഹമായി തീരുവാനും ആത്മാവ് പൊതിയണമേ. 1 കൊരിന്ത്യൻസ് 12:3 വചനം: പരിശുദ്ധാത്മാവില്ലാതെ യേശുവിനെ ഏറ്റുപറയാൻ ആർക്കും കഴിയില്ല. കർത്താവേ, അടിയൻ ഒത്തിരി ബലഹീനതയുള്ള പുരോഹിതൻ. തിരുവചനം പറയുമ്പോൾ വേണ്ടതുപോലെ പറയാൻ അങ്ങേ ആത്മാവിനെ പകരണമേ. അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. സ്വർഗം തുറന്ന് യോഹന്നാൻ 7:37 വാഗ്ദാനമായ ജീവജലത്തിന്റെ നദിയാകുന്ന ശുദ്ധാത്മാവ് ഇറങ്ങണമേ. ഗായകസംഘത്തോടൊപ്പം ഹൃദയ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുക. തന്നാലും നാഥ. Amen.
ദൈവത്തോട് യാചിച്ചുകൊണ്ട് തിരിച്ചറിയുന്ന അഭിഷേക ജീവിതം കിട്ടുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ഇരിക്കാം. നാം ഇന്നലെ ശ്രദ്ധിച്ചത് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. അവൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നാലും നിരാശപ്പെടേണ്ട മാതാവ് നമ്മുടെ മുമ്പിൽ ഒരു മാതൃക കാണിച്ചു തന്നു. കൽവറിയുടെ മുമ്പിൽ അവളുടെ സ്വപ്നങ്ങൾ തകർന്നെങ്കിലും വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടതായി തോന്നിയില്ല എങ്കിലും നിരാശപ്പെടാതെ പ്രാർത്ഥനയിൽ മുഴുകിയപ്പോൾ ഭയന്നിരുന്ന അപ്പോസ്തലന്മാരിലൂടെ മാതാവിന് ദൈവം കൊടുത്ത വാഗ്ദാനമെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നത് കാണാൻ ദൈവം മാതാവിന് ഭാഗ്യം കൊടുത്തു. ആ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നമ്മളിന്ന് പ്രാർത്ഥിക്കുമ്പോൾ മിശിഹാ തമ്പുരാൻ ഈ ഭൂമിയിൽ ദൈവമക്കളായ നമ്മുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ പോകണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആദ്യം ഒരു ചോദ്യം ചോദിച്ച് ഞാൻ തുടങ്ങാം. ഉത്തരം അറിയില്ലെങ്കിലും വിഷമിക്കേണ്ട, ഞാൻ തന്നെ പറയാം. ചോദ്യം ഇതാണ്: നമ്മുടെ ജീവിതത്തിനെല്ലാം ഒരു ലക്ഷ്യമുണ്ട്. ഈ ഭൂമിയിൽ ആരോട് ചോദിച്ചാലും അവർ പറയും ഞങ്ങളുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സുറിയാനി ഓർത്തഡോക്സ് വിശ്വാസിയോട് ഒരു വ്യക്തി ചോദിക്കുകയാണ്, നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ ചോദ്യം തീരുന്നതിന് മുമ്പേ ഉത്തരം പറയാൻ തക്കവണ്ണമാണ് ഓരോ സുറിയാനി വിശ്വാസിയെയും പരിശുദ്ധ സഭ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ചോദ്യം ഇതാണ്: നിങ്ങൾ ജീവിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? എന്താണ് ലക്ഷ്യം? അച്ഛൻ ചോദിച്ചപ്പോഴാലോചിച്ചാൽ അല്ലെങ്കിൽ ഇപ്പൊ എന്തിനാണ് ജീവിക്കുന്നത്? എന്തിനാ ജീവിക്കുന്നത്? ചോദ്യം തീരുന്നതിന് മുമ്പ് നമുക്ക് ഉത്തരം പറയാൻ നിങ്ങൾക്ക് അറിയാം ഉത്തരം. എന്താ ഉത്തരം? നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉത്തരമാണ്. പാപമോചനത്തിന് മാമോദീസ ഒന്നേ ഉള്ളൂ. പിന്നെയോ മരിച്ചവരുടെ ഉയർപ്പിനും ബാക്കി പറ വരുവാനിരിക്കുന്ന ലോകത്തിലെ ആ പുതുജീവന് വേണ്ടി ഞാൻ ഈഗർലി വെയിറ്റിംഗ്, ഞാൻ കാത്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസം. ഇതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെയോ മക്കളെ വളർത്തുന്നത്, ജീവിതം ക്രമീകരിക്കുന്നത്, അതിനെല്ലാം പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് കർത്താവ് ആകാശ മേഘങ്ങളിൽ എഴുന്നള്ളി വരുമ്പോൾ എനിക്ക് തരാനുള്ള നിത്യജീവൻ, അതിനുവേണ്ടി കാത്തിരിക്കുക. അതാ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ ജീവിതം എവിടെയെങ്കിലും തെറ്റിയാൽ, ലക്ഷ്യം തെറ്റിയാൽ ജീവിതത്തിന്റെ മേഖലകളിലെല്ലാം മാറ്റം വരും. അതുകൊണ്ട് ലക്ഷ്യം തെറ്റാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ലക്ഷ്യം
നിത്യജീവനിലേക്കുള്ള യാത്രയാണ്. അതിനപ്പുറത്ത് നമുക്കറിയാം, ഞങ്ങളുടെ അച്ഛൻ അങ്ങനെയൊക്കെ പറയും നിത്യജീവൻ എന്ന് പറയും. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലിയാണ് പ്രശ്നം, ഞങ്ങളുടെ ബിസിനസ്സാണ് പ്രശ്നം, ഞങ്ങളുടെ മക്കളാണ് പ്രശ്നം, ഞങ്ങളുടെ ഭൗതിക ജീവിതമാണ് പ്രശ്നം. ഞാനൊരു കാര്യം തീർത്ത് പറയാം, ഭൗമിക ജീവിതത്തിന്റെ പ്രതിസന്ധികളെയും പ്രതികൂലതകളെയും ഓർത്തുകൊണ്ട് നമ്മൾ നിരന്തരം നിലവിളിച്ചുകൊണ്ടിരുന്നാലും, നിത്യജീവന് വേണ്ടി നാം കാക്ഷിച്ചിരുന്നാൽ, മത്തായിയുടെ സുവിശേഷം 6:33 യേശുവിന്റെ വചനം എങ്ങനെയാണ്? മുന്നമേ അവിടുത്തെ രാജ്യവും നീതിയും നീ അന്വേഷിച്ചാൽ ആവശ്യമായതെല്ലാം ചേർത്ത് തരും. അത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. അപ്പൊ നമ്മൾ നിത്യജീവനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ വ്യത്യാസം വരാൻ തുടങ്ങും, സംശയമില്ല. അതിനെന്നാ ചെയ്യേണ്ടത്? എങ്ങനെയാണ് നിത്യജീവനിലേക്കുള്ള ജീവിതം? ഇനി ഞാൻ പറയുന്ന ആദ്യത്തെ ഒരു ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. ദൈവം ഏദനിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ഛായയിലും സ്വരൂപത്തിലുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ നോക്കിയാൽ ദൈവത്തെ പോലെ ഇരിക്കും. ദൈവത്തിന്റെ ഛായയിലും സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിലെ മറ്റു ജീവജാലങ്ങൾക്ക് ദൈവത്തെ കാണണമെങ്കിൽ, ദൈവം ഒന്ന് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ ആരെ കണ്ടാൽ മതി? പറ, മനുഷ്യനെ കണ്ടാൽ മതി. അതിനാ ദൈവം അങ്ങനെ സൃഷ്ടിച്ചത്. മനുഷ്യനെ ദൈവത്തിന്റെ ഛായയിലും സ്വരൂപത്തിൽ വേറെ ഒന്നിനെ അങ്ങനെ സൃഷ്ടിച്ചില്ല. ഇനി ഈ പ്രപഞ്ചത്തിൽ ദൈവത്തെ ഒന്ന് വെളിപ്പെടുത്തണമെങ്കിൽ മനുഷ്യനെ കണ്ടാൽ ദൈവത്തെ പോലെ തോന്നുമോ? മനുഷ്യൻ ദൈവത്തെ വെളിപ്പെടുത്താനുള്ളവനാണ്. മനുഷ്യന്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ദൈവത്തിലുള്ളതാണ് വെളിപ്പെടാൻ തുടങ്ങുക. ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ വിശുദ്ധി, ഇതാണ് മനുഷ്യനിൽ നിന്ന് വെളിപ്പെട്ട് വരിക. നിർഭാഗ്യവശാൽ ആദാമിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ദൈവത്തെ അല്ല ആദാമിനെ വെളിപ്പെടുത്തിയത്. ആദാമിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വെളിപ്പെട്ട് കിട്ടുന്നത് വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, കുറ്റപ്പെടുത്തൽ, പക, ഇതെല്ലാം വെളിപ്പെടുത്താൻ തുടങ്ങി. എന്ന് വെച്ചാൽ പാപത്തിൽ വീണപ്പോൾ ദൈവത്തെ വെളിപ്പെടുത്താൻ ആദാമിന് സാധിച്ചില്ല. പിന്നെ ദൈവത്തെ ആരാ വെളിപ്പെടുത്തിയത്? രണ്ടാമത്തെ ആദം ആരാ? യേശു ക്രിസ്തു. നാം യേശുവിന്റെ അടുത്തേക്ക് ചെല്ലുക, പിതാവിനെ നമുക്ക് യേശുവിൽ കാണാൻ പറ്റും. നമ്മെ ദൈവം സൃഷ്ടിച്ചത് ഈ ഭൂമിയിൽ ദൈവത്തെ വെളിപ്പെടുത്താനാണ്. ദൈവത്തെ വെളിപ്പെടുത്തുക എന്നുള്ളത് എങ്ങനെയാണ്? ദൈവത്തെ വെളിപ്പെടുത്തുക കേട്ടോടുക. ഏദൻ തോട്ടത്തിൽ ആദമിന് മാത്രം, വേറെ ഒരു ജീവജാലത്തിന് കൊടുത്തില്ല. ഏദൻ തോട്ടത്തിൽ ആദാമിന് മാത്രം ദൈവമായ കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്താൻ ഒരു കൽപ്പന കൊടുത്തു. മൃഗങ്ങൾക്കൊന്നും കൊടുത്തില്ല, പക്ഷികൾക്ക് കൊടുത്തില്ല, മറ്റു ജീവജാലങ്ങൾക്കൊന്നും കൊടുത്തില്ല. മനുഷ്യന് ദൈവം കൽപ്പന കൊടുത്തു. ഒരേ ഒരു കൽപ്പന, തോട്ടത്തിലുള്ള സകല വൃക്ഷത്തിന്റെ ഫലം നിനക്ക് തിന്നാം, നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നാൽ മരിക്കും. ഒറ്റ കൽപ്പന. ഈ ഒരു കൽപ്പന പാലിക്കുന്നതാണ് ദൈവത്തെ വെളിപ്പെടുത്തിയുള്ള ജീവിതം. പക്ഷെ മനുഷ്യൻ പരാജയപ്പെട്ടു. അതിന് ബാക്കി ഞാനൊരു കുടുംബജീവിതത്തിന്റെ ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് മറ്റന്നാൾ, അന്നേരം ബാക്കി പറയും. മനുഷ്യൻ പരാജയപ്പെട്ടു. ഇപ്പോൾ മനുഷ്യൻ പാപത്തിൽ വീണ് കിടക്കുകയാണ്. പാപത്തിൽ കിടക്കുന്ന മനുഷ്യനെ സ്നേഹത്തിൽ വളർത്താൻ ദൈവം മോശയ്ക്ക് വെളിപ്പെട്ടിട്ട് 10 കൽപ്പന കൊടുത്തു. ഇപ്പൊ ഒരു കൽപ്പന ഇപ്പൊ എത്രയായി? 10 കൽപ്പന. ഇനി ഇപ്പോൾ ഒരു യഹൂദന്, ഒരു ഇസ്രായേൽക്കാരന്, അല്ലെങ്കിൽ ഒരു ദൈവജനത്തിന് സ്നേഹത്തിൽ ജീവിക്കണമെങ്കിൽ 10 കൽപ്പന പാലിക്കണം. അതൊന്നും മതിയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് മോശയുടെ കാലഘട്ടം കഴിഞ്ഞ് ജനം ഇങ്ങനെ കാനാന്തേശത്തെത്തി അവരുടെ ജീവിതം തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നീട് അവർ കൽപ്പനകൾ കൂടുതൽ ഉണ്ടാക്കി. പഴയ നിയമം വായിച്ച് പഴയ നിയമത്തിലെ അവസാന പുസ്തകമായ മാലാഖി പ്രവചനം കൂടെ വായിച്ചു കഴിഞ്ഞാൽ, നമ്മളൊന്ന് എണ്ണി നോക്കിയാൽ, ഇപ്പോൾ പഴയ നിയമ ജനതയ്ക്ക് ദൈവസ്നേഹത്തിൽ ജീവിക്കണമെങ്കിൽ 613 കൽപ്പന പാലിക്കണം. ആദ്യം ഒരു കൽപ്പന, പിന്നെ അത് 10 ആയി. ഇപ്പോൾ പഴയ നിയമം മൊത്തം പരിശോധിച്ചാൽ 613 കൽപ്പനകളിലെത്തി. എന്നിട്ട് മനുഷ്യന്റെ സ്നേഹത്തിൽ വളരാൻ പറ്റുന്നില്ല. അപ്പോൾ പിതാവാം ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. യേശു ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ഈ 613 കൽപ്പനകൾ മനുഷ്യൻ സ്നേഹത്തിൽ വളരാൻ 2 കൽപ്പനയാക്കി ചുരുക്കി. അതേതൊക്കെയാണ്? നിന്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും സ്നേഹിക്കണം. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. 2 കൽപ്പന മതി. ഇതിൽ അടങ്ങിയിരിക്കുന്ന സകലതും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 2 കൽപ്പനകൾ സഹിയോൻ ഊട്ടുശാലയിൽ തന്റെ അന്തിമ പെസഹായുടെ ദിവസം തന്റെ തെരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലന്മാരെ ചേർത്ത് നിർത്തി
തന്റെ നിർമ്മലമായ ശരീരം അവരുടെ മുമ്പിൽ പകുത്തു കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ രണ്ട് കൽപ്പനകളെ ഒറ്റ കൽപ്പനയാക്കി ചുരുക്കി. ഏദൻ തോട്ടം ഒറ്റ കൽപ്പനയാക്കി അവിടുന്ന് മാറ്റി. യേശു അവരോട് പറഞ്ഞു, ഞാനിതാ നിങ്ങൾക്ക് പുതിയ ഒരു കൽപ്പന തരുന്നു. അവർ വിചാരിച്ചു 613 കൽപ്പനകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഇനി ഏതാ ഈ പുതിയ കൽപ്പന? അവരിങ്ങനെ സാഗൂതം കാതോർത്തിരിക്കുമ്പോൾ നമ്മുടെ കർത്താവായ മിശിഹ തെരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തല ഗണത്തോട് തന്റെ നിർമ്മലമായ ശരീരം അപ്പത്തിലേക്ക് മാറ്റി കീറി മുറിച്ചിട്ട് പറഞ്ഞു, ഇതാണ് പുതിയ കൽപ്പന. യോഹന്നാൻ 13:34. ഞാൻ നിങ്ങൾക്ക് പുതിയ കൽപ്പന തരുന്നു. യോഹന്നാൻ 13:35 അവരോട് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക. കേട്ടപ്പോ തന്നെ അപ്പോസ്തലന്മാരുടെ ഉള്ളിൽ തോന്നി, ഇത് ഞങ്ങൾ പണ്ടേ കേട്ടിട്ടുള്ള കൽപ്പനയാണല്ലോ, ഇതിനെന്താ പുതുക്കമുള്ളത്? ഇതിനെന്താ പുതുമ? സ്നേഹിക്കാൻ പറഞ്ഞ പഴയ കൽപ്പനയല്ലേ, എന്താണ് അതിലെ പുതുമ? തൊട്ട് താഴത്തെ വചനം, യോഹന്നാൻ 13:35 തൊട്ട് താഴത്തെ വചനം, അതിനകത്ത് എഴുതി, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കുക. അങ്ങനെ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല, ഒരു ഗുരുവും പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് യേശു സ്നേഹിച്ചത്? ആ കാൽവറി മലയുടെ അരികിലേക്ക് ചെല്ലുക, അവസാനത്തുള്ളി രക്തത്തിനും സ്നേഹത്തിന്റെ രുചിയായിരുന്നു. ക്രിസ്തുവിനെ ഇങ്ങനെയൊന്ന് പിഴിയാമെങ്കിൽ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് ചാറന്ന് രുചിച്ചു നോക്കിയാൽ ആ രുചി സ്നേഹമാണ്. സ്നേഹം. എന്നിട്ട് യേശു പറഞ്ഞു, സ്നേഹത്തിൽ വളരണം. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഭൂമിയിൽ നമുക്കൊരു വളർച്ചയുണ്ടെങ്കിൽ സ്നേഹത്തിന്റെ മണ്ണിലേ നമ്മൾ വളരുള്ളൂ. സ്നേഹത്തിൽ മാത്രമേ നമുക്ക് വളരാൻ സാധിക്കുള്ളൂ. എന്നൊക്കെ പറയാമോ? ഹല്ലേലൂയ. സ്നേഹത്തിൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നാം വളരില്ല. ഇപ്പൊ നിങ്ങൾ എന്നോട് പറയും, എൻ്റെ അച്ഛോ, ഞങ്ങൾക്ക് എന്ത് നല്ല സ്നേഹത്തിലാണ് വളരുന്നതെന്നറിയോ? ഞങ്ങൾക്ക് എന്ത് സ്നേഹമാണെന്നറിയോ? നമ്മുടെ സ്നേഹമല്ല ഈ പറഞ്ഞത്. എന്താണ് സ്നേഹം? നമ്മുടെ സ്നേഹത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ആരെയാണ് സ്നേഹിക്കുന്നത്? ആരെയാണ് ആദ്യം സ്നേഹിക്കുക? നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കും. നമുക്ക് നന്മ ചെയ്യുന്നവർക്ക് അതിന് ഈ പുസ്തകത്തിന്റെ ആവശ്യമില്ല, യേശുവിന്റെ ബലിയുടെ ആവശ്യമില്ല. ലൂക്കോസിന്റെ സുവിശേഷം നിങ്ങൾ ബൈബിൾ കൊണ്ടുവന്നിട്ടില്ലല്ലോ അല്ലേ? സ്തോത്രം. എനിക്കറിയാം, യാക്കോബിന്റെ അറിയാതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് കൊണ്ടുവരികയല്ലെന്ന്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 32, 33, 34 തിരുവചനം. ഒന്നോടെ ലൂക്കോസ് 6-ന്റെ 32, 33, 34 തിരുവചനം. കർത്താവായ മശീഹ തമ്പുരാൻ പ്രഘോഷിച്ച് പറയുകയാണ്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ തിരിച്ചു സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? വലിയ പുണ്യൊന്നുമില്ല. പാപികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ പുസ്തകം വായിക്കണമെന്നില്ല, കുർബാന കഴിക്കണമെന്നില്ല, പ്രാർത്ഥിക്കണമെന്നില്ല, പാർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ തിരിച്ച് നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. തിരിച്ചു കിട്ടുമെന്ന ഉറപ്പിന്മേൽ കടം കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാനോ നിങ്ങളോട് പറയുന്നു. ഇനി കേട്ടോ, ഞാൻ ക്ലാസ്സിലേക്ക് കയറുകയാണ്. സ്നേഹത്തിൽ വളരാൻ യേശു നമ്മളോട് പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ദൈവമക്കൾ സ്നേഹത്തിൽ വളരാൻ 3 തലങ്ങളിലാണ് ദൈവം നമ്മളെ പരിശോധിക്കുന്നത്. ദൈവം പരിശോധിക്കും, എൻ്റെ മക്കൾ സ്നേഹത്തിലാണോ വളരുന്നത്? അത് ആദ്യം പറയുന്നത് എങ്ങനെയെന്നറിയോ? ഞാനോ നിങ്ങളോട് പറയുന്നു. 1, സ്നേഹത്തിൽ വളരുന്നതിന്റെ ആദ്യത്തെ അടയാളം, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. ഇനി ഒന്നോടെ ലളിതമായിട്ട് പറയുകയാണ്, എന്നെ കേൾക്കണം. നമ്മൾ സ്നേഹത്തിലാണ് വളരുന്നത് എന്നറിയാൻ, നമ്മളറിയാൻ, അതിൽ വളരാൻ ഈ ദൈവത്തെ എന്നറിയൂ. നമുക്ക് ചുറ്റും നമ്മളെ എതിർക്കുന്ന, നമ്മളെ ഉപദ്രവിക്കുന്ന ആളുകളെ കൊണ്ടിടും. അപ്പൊ നമ്മൾ വിചാരിക്കും, എൻ്റെ ജീവിതത്തിൽ എവിടെ നിന്നാണ് ഈ ഗതികെട്ടവൻ വന്നത്? ഈ ശത്രു എവിടെ വന്നത്? എന്നെ എതിർക്കുന്ന ഈ വ്യക്തി എങ്ങനെ വന്നത്? സത്യത്തിൽ അത് ദൈവം കൊണ്ടുതരുന്നതാണ്. കർത്താവ് നമ്മളോട് പറയണം, അവരെ സ്നേഹിക്കാൻ ശ്രമിക്കുക. എങ്ങനെ? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ള വ്യക്തിയോട് നിങ്ങൾ എന്നിട്ട്, ചേട്ടാ എനിക്ക് ചേട്ടനോട് ഭയങ്കര സ്നേഹമാണ്, ഐ ലവ് യു, അങ്ങനെ പറയാൻ പറ്റുമോ? പറഞ്ഞാൽ കേൾക്കുക, ആരെങ്കിലും കളിയാക്കണമെന്ന് വിചാരിക്കും. എങ്ങനെയാണ് സ്നേഹിക്കുക? എങ്ങനെയാ സ്നേഹിക്കേണ്ടതെന്ന് യേശു പറഞ്ഞു തന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാം തിരുവചനം. എങ്ങനെയാ സ്നേഹിക്കാന്നറിയോ? ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ. എങ്ങനെയെന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് സ്നേഹത്തിന്റെ എന്തെങ്കിലും മെസ്സേജ് ഇട്ടാൽ പറയാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, പ്രാർത്ഥിച്ച് സ്നേഹിക്കണം. നമ്മളെ വിഷമിപ്പിക്കുന്ന, നമ്മളെ ഉപദ്രവിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ജോലിയെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന, ജീവിത സാഹചര്യങ്ങളിൽ മുറിവ് തരുന്ന വ്യക്തിക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അവർക്കല്ല മാറ്റം വരിക, നമ്മുടെ മേലൊരു നന്മ എഴുതാൻ തുടങ്ങും. ഒന്നാമത്തത്, ദൈവം ശത്രുക്കളായ ആളുകളെ നമ്മുടെ ചുറ്റും ചെതറിയിടും.
ഇപ്പൊ ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും ഓർക്കുക, നമ്മുടെ ജീവിതത്തിന് ചുറ്റും നമ്മളെ വിഷമിപ്പിക്കുന്ന വ്യക്തികളെ അവരെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് പ്രശ്നമാണ്. അവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ കൈ കാലിൽ നിന്ന് പിടിക്കുക എന്നുള്ളതല്ല, അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഇങ്ങനെ പ്രാർത്ഥിക്കണം. മുട്ടൂത്തി നിന്റെ കർത്താവേ അവൻ മുടിഞ്ഞു പോകണം, ഇങ്ങനെ പ്രാർത്ഥിക്കാനല്ല. അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർ അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കണം. അതിനകത്ത് വ്യത്യാസം വരുന്നുണ്ട്. അവർക്കല്ല, നമുക്ക്. ഞാൻ താഴെ പറയാം. ഒന്ന്, നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക. വചനം കിടക്കുകയാണ്, മർക്കോസ് 12:24 മുതലുള്ള വചനം. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആരോടെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ അത് ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കുക. ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വേദനിപ്പിച്ച, നമ്മെ ഭാരപ്പെടുത്തിയ വ്യക്തിയെ കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു. ഈ സമയക്കുറവുകൊണ്ട് പടപടയെന്ന് പറയുക. ഒന്ന്, നമ്മളോട് എതിരുള്ള ആളുകളെ ദൈവം നമ്മുടെ ജീവിതത്തിന് ചുറ്റും കൊണ്ടിട്ട് കഴിഞ്ഞാൽ ദൈവാനുഗ്രഹത്തിന് വേണ്ടി കൊതിക്കുന്ന ആത്മീക വളർച്ചയുടെ ആദ്യത്തെ അടയാളമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ ധ്യാനമൊക്കെ കൂടി അല്ലെങ്കിൽ നമ്മുടെ ഒരു മാനസാന്തരപ്പെട്ട് നല്ല കുമ്പസാരമൊക്കെ കഴിഞ്ഞ് ആത്മീക ജീവിതം നയിക്കാൻ തുടങ്ങിയാൽ ഇങ്ങനെയുള്ളവർ പെട്ടെന്ന് നമുക്ക് കൂടുതൽ കാണാൻ പറ്റും. നമ്മൾ ഒരു തെറ്റും ചെയ്യാണ്ട് നമുക്കെതിരെ ദൂഷണം പറയുന്നവര്, നമ്മളെ കുറ്റപ്പെടുത്തുന്നവര്, നമ്മളെ വിഷമിപ്പിക്കുന്നവര്, ഇതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്നിപ്പെടും. അപ്പൊ നമ്മൾ ആകെ ഡസ്പാകും. ഇതൊരു പൈശാചിക പീഡയാണ്. പുറം ലോകത്തോട് പറഞ്ഞാൽ അവർ പറയും ഇതുകൊണ്ട് പൊട്ടത്തരം പറയണമെന്ന്. സത്യത്തിൽ ഇതൊരു ആത്മീക രഹസ്യമാണ്. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 2-3 ദിവസം കൊണ്ട് കെട്ടൻ കഴിയുകയും ചെയ്യും. ഒന്ന്. രണ്ടാമത്തത്, ഒന്ന് എതിർക്കുന്നവരെ അതിൻ്റെ ഇടയിൽ ദൈവം നമ്മളെ കൊണ്ടിടും. രണ്ടാമത്തത് കേട്ടോ, അതാണ് കുറച്ചുകൂടെ മനോഹരം. രണ്ടാമത്തത്, നമുക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത, നമ്മൾ സ്നേഹിച്ചത് കൊണ്ട് നമുക്ക് ഒരു പ്രതിഫലവും കിട്ടാത്ത ചില ആളുകളെ ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടിടും. എന്നിട്ട് ദൈവം ഇങ്ങനെ നോക്കിക്കോ, നീ എങ്ങനെയാ അവരോട് പെരുമാറുന്നത്. അങ്ങനെ ഒരു സംഭവം വരും. അതെങ്ങനെയാണെന്നറിയോ? അത് കുറച്ച് നന്നായിട്ട് മനസ്സിലാക്കാൻ ഞാൻ വേദോസത്തിൽ ഒരു സംഭവം പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 10:25 മുതലുള്ള വചനം വായിക്കുമ്പോൾ ഒരാള് യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ എന്താ ചെയ്യണ്ടേ? യേശുവിന്റെ കൽപ്പനയൊക്കെ പാലിക്കണം. അപ്പൊ ഏത് കൽപ്പന? ദൈവത്തെ സ്നേഹിക്കണം, അയൽക്കാരനെ സ്നേഹിക്കണം. പുള്ളി ചോദിച്ചു, എന്റെ അയൽക്കാരൻ ആരാണ്? ഇപ്പൊ യേശു ഒരു നല്ല കഥ പറഞ്ഞു. ലോകത്തിലെ ക്രിസ്ത്യാനികൾ അല്ലാത്തവർക്ക് പോലും അറിയുന്ന ആ കഥ. അതേതാന്ന് നിങ്ങൾക്ക് അറിയാവോ? ഏതാ? നല്ല ശമരിയക്കാരൻ്റെ. എല്ലാവർക്കും അറിയാം. അസഭ അറിയാവോ? നല്ല ശമരിയക്കാരൻ്റെ കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് ആ കഥയിൽ എങ്ങനെയാണ്? കഥ നമുക്കറിയാം. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരീഹോയിലേക്ക്, അത് തന്നെ ഒരു ദിവസത്തെ ധ്യാനമാണ്. യെരുശലേം ദൈവാനുഭവമുള്ള സ്ഥാനം, എരീഹോ ശപിക്കപ്പെട്ട സ്ഥലം. ദൈവാനുഭവമുള്ള സ്ഥലത്ത് നിന്ന് ഒരുത്തൻ എരീഹോയിലേക്ക് പോയി. പോണ വഴിക്ക് തന്നെ അവൻ പിടിക്കപ്പെട്ടു. അവന്റെ വസ്ത്രങ്ങളെല്ലാം എടുത്തു, അവനെ മുറിപ്പെടുത്തി അർദ്ധപ്രാണനായി കിടക്കുകയാണ്. ഇനി നിങ്ങളൊന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കണം. ഈ പുള്ളിക്കാരൻ അർദ്ധപ്രാണനായി, അർദ്ധപ്രാണൻ എന്ന് പറഞ്ഞാൽ മരിക്കാം ജീവിക്കാം, അതുപോലെ കിടക്കുകയാണ്. 50-50 ചാൻസ് കിടക്കുകയാണ്. പുള്ളി ഇങ്ങനെ കിടക്കുകയാണ്. അയ്യോ, എന്റെ ജീവിതം പോയല്ലോ, ഇങ്ങനെ വിഷമിച്ച് കിടക്കുമ്പോൾ പുള്ളിക്കൊരു പ്രതീക്ഷ, ഒരു കാലച്ച. പുള്ളി ആ ചതഞ്ഞ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കി, രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ? അപ്പൊ നോക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ നടന്നു വരുന്ന വഴിയിലൂടെ. ആരാ? ആരാ? പുരോഹിതൻ. പുരോഹിതൻ. പുള്ളി വിചാരിച്ചു, എന്റെ ദൈവമേ, ഈ അച്ഛന്റെ ഏവെങ്കിലും പ്രസംഗമൊക്കെ എന്ത് സ്നേഹത്തെ കുറിച്ചാണ്. ഈ അച്ഛൻ എന്നെ വാരിക്കൂട്ടിയെടുത്ത് ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ കൊണ്ടു. പുള്ളി ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അച്ഛൻ അടുത്തേക്ക് വന്നു. അപ്പോഴത്തേക്കും പുള്ളി പറ്റുന്ന ഒരു ഞരക്കമൊക്കെ ഞരങ്ങി അച്ഛൻ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. അവനിലേക്ക് നോക്കിയിട്ട് അച്ഛൻ വേറൊരു വഴി ഒറ്റ പോക്കം നോക്കി. എന്താ അങ്ങനെ? അതെന്താ പുരോഹിതൻ അങ്ങനെ ചെയ്ത്? അച്ഛന്മാരൊക്കെ എങ്ങനെയാണെന്നോ? അതെന്താ അച്ഛനത് തിരിഞ്ഞു നോക്കാണ്ട് പോയത്? പല കാരണങ്ങളുണ്ടാകാം, എന്നാൽ ഒരു കാരണം കേട്ടോളുക. ഞാൻ പറയണ മനസ്സിലാവണം. പല കാരണങ്ങളുണ്ടാകാം, എന്നാൽ ഒരു കാരണം കേട്ടുകൊള്ളുക. ഇതെന്റെ നിങ്ങളുടെ മനസ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ മനസ്സായി പറയാൻ പോകുന്നത്. ഈ പുരോഹിതൻ എന്താ ചിന്തിച്ചിട്ടുണ്ടാവുക അറിയോ? ഒന്ന്, ഞാനെങ്ങാനും ചെന്ന് ഇതിനെ തൊട്ടാൽ, അന്നേരെങ്ങാനും ഇത് മരിച്ചാൽ, മൃതദേഹത്തെ തൊട്ടതിന്റെ പേരിൽ ഒരു പുരോഹിതൻ 7 ദിവസം അശുദ്ധനായി അനങ്ങാണ്ടിരിക്കേണ്ട ഒരു ക്വാറന്റൈൻ. പിന്നെ ബലിയർപ്പിക്കാൻ പറ്റില്ല, യാഗം ഒന്നും നടക്കില്ല, അപ്പൊ ശമ്പളം കിട്ടില്ല, വീട്ടിലേക്കുള്ള വരുമാനം കുറയും. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ ഇവനെ തൊട്ടാൽ എനിക്ക് നഷ്ടം വരും. ഇവനെ തൊട്ടാൽ എനിക്ക് ഈ തീരെ മനസ്സിൽ കയറിയോ? ഇത് കയറിയോ? ഇത് ഒരുമാതിരി നമ്മുടെ എല്ലാം ആത്മീക ജീവിതത്തെ തകർത്ത് നമ്മുടെ മുമ്പിലേക്കുള്ള അനുഗ്രഹം കെടുത്തുന്ന ഒരു കാര്യം അച്ഛനീ പറയണേ. ഞാൻ ഇവനെ തൊട്ടാൽ എനിക്ക് നഷ്ടം വരും. അതുകൊണ്ട് പുള്ളിയുടെ വഴി നോക്കിപ്പോയി. രണ്ടാമതാരാ വന്നേ?
പറ. ലേവി എന്ന് വെച്ചാൽ ശുശ്രൂഷക്കാരൻ അല്ലേ, പള്ളിയിലെ ശുശ്രൂഷക്കാരൻ. പുള്ളി വിട്ടടിച്ച് ജോലികൾ. അപ്പൊ ഇയാൾ നോക്കിയാടാ, ഇയാൾ എന്താ അച്ഛനാണ് ഇങ്ങനെ വിഷമിച്ച് കിടക്കുമ്പോഴാണ് അടുത്തയാൾ വരുന്നത്. പുള്ളി സൂക്ഷിച്ച് നോക്കി മനസ്സിലായി ഞങ്ങളുടെ പള്ളിയിലെ കപ്പിയല്ല. പുള്ളി കുറച്ചും കൂടെ സ്നേഹമുള്ള ആളാണ്. മണി അടിക്കാൻ വരുമ്പോഴൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട് പോണ ആളാണ്. ഇവൻ എന്താണെങ്കിലും എന്നെ രക്ഷിക്കും. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴേ ഈ ശുശ്രൂഷക്കാരൻ അടുത്തേക്ക് വന്നു. പുള്ളിയും അതുപോലെ തന്നെ തിരിച്ചു പോയി. എന്താ കാരണം? പുള്ളിയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു, ഇവനെ തൊട്ടാൽ എനിക്ക് നഷ്ടം, നഷ്ടം. തൊട്ടില്ല. പുള്ളി ഒരു കാര്യം ചെയ്തു, പുരോഹിതൻ പോയതുപോലെ പോയി. ഇനി ആരാ പറഞ്ഞ? തിരുമേനി. തിരുമേനി ഇല്ല അതിൽ, ഈ കഥയിലെ തിരുമേനി അത് വലിയ ഗ്രേഡാണ്. ഇനി ആരാ വരേണ്ടത് ശരിക്കും? അല്ല, ആദ്യം അച്ഛൻ വന്നു, പിന്നെ കപ്പിയേര് വന്നു. ഇനി ആരാ വരേണ്ടത്? സമാജ സെക്രട്ടറി വന്നു, ട്രസ്റ്റി വന്നു, സെക്രട്ടറി വന്നു, സൺഡേ സ്കൂൾ അച്ഛൻ വന്നു, കുടുംബ യൂണിറ്റിന്റെ കൺവീനർ വരണം. ഇവരാരെങ്കിലും വന്നോ യേശുവിന്റെ കഥയിൽ? ഇല്ല. അതെന്താ? അച്ഛനും കപ്പിയാരും ഇങ്ങനെയാണെങ്കിൽ ജനം മുഴുവൻ എങ്ങനെയാണെന്ന് പിന്നെ വിസ്തരിക്കേണ്ട ആവശ്യമില്ല. ഇനി ആരാ വന്നേ? ഇനി ആരാ വന്നേ? സമരിയാക്കാരൻ. ആരേ സമരിയാക്കാരൻ എന്ന് പറഞ്ഞാൽ? യഹൂദന് വെറുപ്പുള്ള മനുഷ്യർ, സങ്കരവർഗം, ചേർത്ത് നിർത്താൻ പറ്റാത്തവർ, അയിത്തമുള്ളവർ, താഴ്ന്ന ജാതി. അതുകൊണ്ട് സമരിയക്കാരും യഹൂദന്മാരും തമ്മിൽ ഭയങ്കര വഴക്കാണ്. ഇയാൾ ഈ കുറ്റിക്കാട്ടിൽ കിടന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു, എന്റെ പള്ളിയിൽ അച്ഛനും എന്നെ തൊട്ടില്ല, എന്റെ പള്ളിയിലെ കപ്പിയാരും എന്നെ തൊട്ടില്ല. അവർ രണ്ടുപേരും അവരുടെ ലാഭം നോക്കിപ്പോയി. അപ്പോൾ നോക്കുമ്പോൾ ഒരു കഴുതയുടെ പുറത്ത് ഒരു മനുഷ്യൻ വരുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കിയപ്പോൾ വേഷവിധാനമൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി സമരിയാക്കാരനാണ്. പുള്ളി മിണ്ടാണ്ട് കിടന്നു. കാരണം സമരിയാക്കാരൻ കണ്ടു കഴിഞ്ഞാൽ ഒരു ചവിട്ടും കൂടെ കൊടുത്തു പോകാനാണ് സാധ്യത കൂടുതൽ. പുള്ളി അനങ്ങാണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ സമരിയക്കാരൻ ഇത് കണ്ടു. കണ്ടപ്പോൾ സമരിയക്കാരൻ ചിന്തിച്ചു, ദേ കിടക്കുന്ന ഒരു യഹൂദൻ, ഇവനെ തൊട്ടാൽ എനിക്ക് നഷ്ടം. എന്ത്? എന്റെ യാത്രാ സമയം നഷ്ടം, എന്റെ കയ്യിലിരിക്കുന്ന പണം നഷ്ടം, എനിക്ക് നഷ്ടം. പക്ഷെ പുള്ളി ഇറങ്ങി ചെറുക്കനെ എടുത്തു. അതെന്താ കാരണം? ഞാനും നിങ്ങൾ എത്തേണ്ട ഒരു കാഴ്ച, അച്ഛനും കപ്പിയാരും തൊട്ടില്ല, ഞങ്ങൾക്ക് നഷ്ടം. ഈ സമരിയക്കാരൻ തൊട്ടു. എന്താ കാര്യം? അവൻ ഒരൊറ്റ നോട്ടം നോക്കിയപ്പോ മനസ്സിലായി, ഇവനെ തൊട്ടാൽ എനിക്ക് നഷ്ടം. അവൻ ഒന്നോടെ നോക്കി, ഞാൻ ഇവനെ തൊട്ടാൽ എനിക്ക് നഷ്ടം. അടുത്തത് കേൾക്കണം, ഞാൻ ഇവനെ തൊട്ടില്ല എങ്കിൽ ഇവന് നഷ്ടം. എന്തൊക്കെ? ഞാൻ ഇവനെ തൊട്ടില്ലെങ്കിൽ ഇവന്റെ ജീവൻ നഷ്ടപ്പെടും. ഞാൻ ഇവനെ തൊട്ടില്ലെങ്കിൽ ഇവന്റെ ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെടും. ഞാൻ ഇവനെ തൊട്ടില്ലെങ്കിൽ ഇവന്റെ മക്കൾക്ക് ഒരു അപ്പനെ നഷ്ടപ്പെടും. ഇവനെ ഞാൻ തൊട്ടില്ലെങ്കിൽ സഹോദരങ്ങൾക്ക് ഒരു സഹോദരൻ നഷ്ടപ്പെടും. ഇവനെ തൊട്ടില്ലെങ്കിൽ ഇവന്റെ ഇടവക്കാർക്ക് ഒരു ഇടവക്കാർക്ക് നഷ്ടപ്പെടും. അയ്യോ, എനിക്കാകെ നഷ്ടം രണ്ട് നാണയം. ഇവന്റെ നഷ്ടം വലിയ നഷ്ടം. പുള്ളി വേഗം കഴുതപ്പുറത്ത് നിറങ്ങി എടുത്തു. ആർക്കാ നഷ്ടം കൂടുതൽ? ആർക്കാ? വീണ് കിടക്കുന്നവരല്ലേ? തൂത്തൊട്ടി ധ്യാനം നടക്കുകയാണ്. അപ്പൊ ഈ ടൈപ്പ് പിള്ളേരുടെ ധ്യാനമാണ്. ധ്യാനം നടക്കുന്ന സമയത്ത് ഒരു ഇതിന്റെ ഉപമയില്ല. ഒരു ഇടയിൽ 100 ആടുണ്ടായിരുന്നു. എത്ര ആടിനെ കാണാതെ പോയി? ഒരാടിനെ കാണാതെ പോയി. ഒരാടിനെ കാണാതെ പോയപ്പോ ഇടയൻ 99നെയും കൂട്ടിലിട്ട് പൂട്ടി. ആണോ? അല്ല, വിജന പ്രദേശത്ത് ഇട്ടിട്ട് ഒന്നിനെ തേടിപ്പോയി. അപ്പൊ ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പോ ചോദിച്ചു, അതെന്താ ഇടയൻ അങ്ങനെ ഒരെണ്ണത്തെ 99നെ അവിടെ ഇട്ടേച്ച് ഒന്നിനെ തേടി പോയതെന്ന്. അപ്പൊ ഈ ടൈപ്പ് സാധനം ഉറക്കെ വിളിച്ചു പറയും, അച്ഛാ അതിന് ചിലപ്പോ കറവയുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ അങ്ങനെ പോവും 99നെ ഇട്ടേച്ച്. അതെന്താ അങ്ങനെ പോയേ? ആ ഇടയന് ഒരാടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആടിന് കൂട് നഷ്ടപ്പെട്ടു, ആടിന് ഇടയൻ നഷ്ടപ്പെട്ടു, ആടിന് 99 കൂട്ടുകാർ നഷ്ടപ്പെട്ടു, ആടിന് സംരക്ഷണം നഷ്ടപ്പെട്ടു. നഷ്ടാർക്ക കൂടുതൽ? ആടിന്റെ നഷ്ടം വലുതാണെന്ന് അറിഞ്ഞപ്പോ തേടിപ്പോയ സ്നേഹം, അതാണ് യേശു. ഇവിടെ സമരിയക്കാരന്റെ കഥ പറഞ്ഞിട്ട് പറയാണ്, ഈ സമരിയക്കാരന് ഇങ്ങനെ ഒരു തോന്നലുണ്ടായി, ഞാൻ ഇവനെ തൊട്ടില്ലെങ്കിൽ നഷ്ടം കൂടുതലാണല്ലോ. ഓടിച്ചു നിൽക്കാൻ തുടങ്ങി. ചോദ്യം നിങ്ങളോട്, നമ്മുടെ മനോഭാവം എന്താണ്? ഈ ദോഹയിൽ വന്ന് ജീവിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയിട്ട് എന്നോട് വിഷമം തോന്നരുത്. നാട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മനോഭാവം എന്താണ്? മാതാപിതാക്കന്മാരുടെ മനോഭാവം എന്താണ്? പങ്കാളിയോടുള്ള മനോഭാവം എന്താണ്? എന്റെ കാര്യം, എന്റെ ഇഷ്ടം, അത് മാത്രമാണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മേൽ വരാനുള്ള പല നന്മയും അടഞ്ഞു പോകും. യേശു പറയുന്ന സമരിയക്കാരനെ കണ്ടുപിടിക്കുക. അവരിങ്ങനെ ചിന്തിച്ചു, ഞാനൊന്ന് തൊട്ടില്ലെങ്കിൽ നഷ്ടം. ഞാൻ ചുരുക്കി പറയാം, ഞാനൊന്ന് ക്ഷമിച്ചില്ലെങ്കിൽ. ഞാൻ അടുത്ത ദിവസം ഒരു പള്ളിയിൽ, ഞങ്ങൾ എൻ്റെ പള്ളിയിൽ ഒരു ശവടക്ക്, ഒരു അപ്പച്ചൻ മരിച്ചു. 80 വയസ്സിന് മുകളിലുണ്ട് അപ്പച്ചന്. മരിച്ച് അപ്പൊ ഞാൻ നോക്കുമ്പോൾ അമ്മച്ചി അടുത്തിങ്ങനെ ഇങ്ങനെ കരയുന്നുണ്ട്. അമ്മച്ചി മുഖം ഇങ്ങനെ പൊക്കുന്നില്ല, സാരി കൊണ്ട് ഇങ്ങനെ മറച്ചു വെച്ചിട്ട് ഇങ്ങനെ കരയുക. എനിക്ക് മനസ്സിലായി പെട്ടെന്ന് കാര്യം. അന്ത്യചുംബനം കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മച്ചി എഴുന്നേറ്റ് വന്നു.
ഒറ്റ അലർച്ചയാണ്. ഒന്നും മിണ്ടാണ്ട് പോയല്ലോ, എന്നോടൊന്നും മിണ്ടാണ്ട് പോയല്ലോ. എങ്ങനെ മിണ്ടാനാണ്? 14 കൊല്ലമായിട്ട് നിങ്ങൾ തമ്മിൽ വഴക്കാണ്. 14 കൊല്ലമായിട്ട് മിണ്ടില്ല. വികാരിയച്ഛന്മാർ പലപ്പോഴും വന്ന് കോംപ്രമൈസ് ചെയ്തു. പലരും വന്ന് മധ്യസ്ഥ പറഞ്ഞു, രണ്ടുപേരും വിട്ടു കൊടുക്കില്ല. ഒരു ദിവസം അപ്പച്ചൻ രാവിലെ കാപ്പ് കുടിച്ചോണ്ടിരുമ്പോൾ പെട്ടെന്ന് കപ്പ് താഴെ കൊണ്ട് അപ്പച്ചൻ മരിച്ചു. അമ്മച്ചി ഒരൊറ്റ ചോദ്യമാണ്, എന്നോടൊന്നും മിണ്ടാതെ. അത് അമ്മച്ചി കളിയാക്കി പറഞ്ഞതല്ല, അഭിനയിച്ച് പറഞ്ഞതല്ല, ചങ്ക് പൊട്ടി പറയുകയാണ്. ശവടക്കുന്ന സമയത്ത് കുഴിയിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയിട്ട് അമ്മച്ചി പോകുന്നില്ല. പിറ്റേ ദിവസം ഞാൻ വിശുദ്ധ കുർബാനയില്ലേ, അമ്മച്ചി ഭയങ്കര കരച്ചില്ല. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞപ്പോൾ അമ്മച്ചി പോവാം, എന്നാലും ഇങ്ങനെ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അമ്മച്ചിയുടെ അഭിനയമല്ല, കള്ളത്തരല്ല, ചങ്ക് പൊട്ടിപ്പോയി. ഇങ്ങനെയൊന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഒന്ന് ക്ഷമിച്ചാൽ, നീ ഒന്ന് ക്ഷമിച്ചാൽ, നീ ഒന്ന് തോറ്റു കൊടുത്താൽ, നീ ഒന്ന് സാരമില്ലെന്ന് പറഞ്ഞാൽ, ആ കോട്ടയെന്ന് പറഞ്ഞാൽ തീരുന്ന ചില വിഷയങ്ങൾ നമ്മളിങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശമരിയക്കാരൻ ചിന്തിച്ചു, അവൻ ചിന്തിച്ചു, ഞാൻ ഇവനെ തൊട്ടില്ലെങ്കിൽ ഇവന് നഷ്ടം കൂടുതലാണ്. ഇപ്പൊ 2 ടൈപ്പ് ആളുകളെ കൊണ്ടിട്ടു. ഒന്ന്, നമ്മളെ എതിർക്കുന്ന, നമ്മളെ ഉപദ്രവിക്കുന്ന ആളുകളെ കർത്താവ് നമ്മുടെ ചുറ്റും വിടും. 2, നമുക്ക് ഒരു ഉപകാരം, ഈ ശമരിയക്കാരന് ഒരു ഗുണമില്ല ഇയാളെ ശുശ്രൂഷിച്ചുകൊണ്ട്, പക്ഷെ സ്വർഗം എഴുതുകയാണ് അവന്റെ പേര്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. നമ്മുടെ കൊച്ചുങ്ങൾക്ക് ബാഗ് വാങ്ങുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു കൊച്ചിന് ബാഗ് വാങ്ങാൻ, നമ്മുടെ മക്കളുടെ ഫീസ് അടയ്ക്കുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു ഫീസ് അടയ്ക്കാം. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അറിയാത്ത ആളുകൾക്ക് ദൈവം നമ്മളെ ചിലപ്പോൾ അങ്ങനെ ക്രമീകരിക്കും. അതിന്റെ പുറകിൽ വലിയ നന്മയുണ്ട്. മൂന്നാമത്തതാണ് ബഹിരസം. ഇപ്പൊ 1, അച്ഛൻ പറയണ മനസ്സിലാവണ്ടോ, നമ്മൾ എതിർക്കുന്ന ആളുകളെ കൊണ്ടിട്ട് നമ്മുടെ ആത്മീയ ജീവിതം പരിശോധിക്കാൻ. 2, നമുക്ക് ഒരു ഉപകാരമില്ലാത്ത ആളുകൾ. ചില, എൻ്റെ വീട് വയനാട്ടിലാണ്, അപ്പൊ അവിടെയൊക്കെ ഈ സ്ഥലമൊക്കെ ആൾക്കാർക്ക് കൂടുതലുണ്ട്. ഞങ്ങളുടെ അച്ഛന്മാരുടെ പ്രധാനപ്പെട്ട ജോലികളിൽ ഒന്ന് ഇതാണ്. വീട് വീതം വെക്കുമ്പോൾ, വീട്ടിൽ സ്ഥലം വീതം വെക്കുമ്പോൾ മധ്യസ്ഥ പറയാൻ പോകുന്നത് മിക്കപ്പോഴും അച്ഛന്മാരാണ്. ചില വീടുകളിലൊക്കെ ഭയങ്കര വഴക്കായിരിക്കും. എന്നാന്നറിയോ, അപ്പനെ നീ നോക്ക്, അമ്മയെ നീ നോക്ക്. ചില വീട്ടില് അപ്പനും അമ്മയും ടൂറാണ്, 31-ാം തീയതി ബാഗ് എടുത്തോണ്ട് ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ ഉള്ളൂ, എല്ലാ വീട്ടിലേക്കും ടൂറാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിലെ ചിന്ത ഇങ്ങനെയാണ്, ഞങ്ങൾ മാത്രം എന്തിനായി കഷ്ടപ്പെടുന്നത്, ഞങ്ങൾ മാത്രം എന്തിനാ നോക്കുന്നത്. ഈ മാതാപിതാക്കന്മാർ, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതൊരു വലിയ അഭിഷേകമാണ്. നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിയുടെ അഭിപ്രായം. എൻ്റെ അപ്പനും അമ്മയ്ക്കും ദൈവകൃപയോ, പണ്ട് ഞങ്ങൾക്ക് വലിയ പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഇപ്പം എൻ്റെ അപ്പനും അമ്മയ്ക്ക് അങ്ങനെ വലിയ ദാരിദ്ര്യവും വലിയ പ്രയാസമൊന്നുമില്ല. ചെറിയ വാടക കിട്ടും, പിന്നെ അവരുടേതായ വാർദ്ധക്യ പെൻഷൻ കിട്ടും, അവർക്ക് ജീവിക്കാനുള്ളതൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ഇടയ്ക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ, എപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഒരു 500 രൂപ എടുത്തിട്ട് കൊച്ചിൻ്റെ അടുത്ത് കൊടുക്കും. നമ്മൾ കൊടുത്ത് വാങ്ങില്ല, ഒരു 500 എടുത്ത കൊച്ചിൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറയും, ഇത് പപ്പിക്ക് അമ്മയ്ക്കും കൊടുത്തേക്കും, 1000 രൂപ എടുത്ത് കൊടുക്കും. അപ്പോൾ എൻ്റെ അപ്പനും അമ്മയും പറയുന്നത് അറിയും, അപ്പനാണ് കൂടുതൽ. വേറെ പണിയൊന്നുമില്ല, അച്ഛൻ 2-3 പെമ്പിള്ളേരെ കൊണ്ടുപോകും, അച്ഛൻ ഇങ്ങനെ വെറുതെ കൊണ്ട് വേണ്ട, ഭയങ്കര ഇതൊക്കെ പറയും. അപ്പോൾ ഞാൻ കൊച്ചോണ്ട് പറയും, അലമാരിലിട്ടിട്ട് പോരെ. അപ്പോൾ കൊച്ചവിടെ ഇട്ടേച്ച് പോരും. ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തും പൈസ കുറവായിരുന്നു. അപ്പോൾ ഞാനൊരു ഇച്ചിരി പൈസ എടുത്തിട്ട് കൊച്ചിൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞത് പപ്പയെ കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി 4 ഞെട്ടിയിൽ പറഞ്ഞില്ലേ, വെക്കണ്ടെന്ന് പറഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞു. ഈ കൊച്ചെന്നായിരുന്നു അറിയോ, അത്രയും നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ കൊച്ചു പറഞ്ഞു, അച്ചാച്ച പപ്പ വാങ്ങുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അന്നങ്ങ് തന്നേക്കാൻ പറഞ്ഞു. ഞാനത് പോക്കറ്റിലുകൊണ്ട് പോകുന്നു. 2 ദിവസം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മച്ചി എന്നോട് പറയുകയാണ്, അച്ഛനങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പുള്ളി ചോദിച്ചെന്ന്. ഞാൻ ചെന്ന ചോദിച്ചേ, അച്ഛനാ പൈസ കൊണ്ടുപോയി ഓടി. അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരിച്ചു, അതെന്താ അങ്ങനെ ചോദിച്ചേ. സത്യത്തിൽ എൻ്റെ അപ്പന് 1 രൂപ പോലും വെറുതെ കളയില്ല, ഒരു ബീഡി വലിക്കില്ല, കള്ളു കുടിക്കില്ല. പണ്ടുണ്ടായിരുന്നു ബീഡിയിലൊക്കെ. ഒരു പൈസ കളയില്ല. കിട്ടുന്ന പൈസ മുഴുവൻ ഇങ്ങനെ ഉറുമ്പ് കൂടുതൽ കൂട്ടി വെച്ചിട്ട് എനിക്ക് തന്നെ തരും. പക്ഷെ ഞാനത് കൊടുക്കാണ്ട് വന്നപ്പോൾ പുള്ളിയുടെ ചങ്ക് പൊട്ടിപ്പോയി. കാരണം എന്തറിയോ, ഈ മാതാപിതാക്കന്മാർക്ക് ഒരു ആഗ്രഹമുണ്ട്, മക്കൾ എന്തെങ്കിലും തന്നാൽ അതൊരു വലിയ സന്തോഷം. നിങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ അപ്പനും നിങ്ങളൊക്കെ ചെയ്യുമായിരിക്കും. നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ വിഷമം അതാണ്. ഈ മാതാപിതാക്കന്മാർക്ക് കൊടുക്കേണ്ട ഒരു കരുതൽ, അതിലെപ്പോഴും വീഴ്ചയാണ്. അവരെന്ത് കരുതി നോക്ക്. ശരിയാണ്, ചില മാതാപിതാക്കന്മാർ ഈ മണ നമുക്ക് തന്നെ ദേഷ്യം പിടിക്കും നിങ്ങളുടെ. പക്ഷെ ഇതൊരു വലിയ അനുഗ്രഹം. ഞാൻ അപ്പം അവിടെ നിർത്തട്ടെ. അടുത്ത, അപ്പൊ 1, നമ്മൾ എതിരിടുന്ന ആളുകളെ ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടിടും. സ്നേഹത്തിൽ വളരാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ആത്മീകത വെറുതെയാണ്. നമ്മൾ വന്നിവിടെ വലിയ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കും. 2, നമുക്ക് ഒരു ഉപകാരമില്ലാത്ത ആളുകൾ. മൂന്നാമത്തത് അത് ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്കൊക്കെ ഇവിടെ, പ്രത്യേകിച്ച് ഈ വിദേശത്തുള്ളവർക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യും, അവര് നമുക്ക് തിരിച്ചു കുത്തും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ?
അത് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും കണ്ണൊന്ന് തെളിഞ്ഞു. എൻ്റെ അച്ഛൻ ഉണ്ടായിട്ടുണ്ടോന്നോ അല്ലേ? നമ്മളിവിടെ കിടന്ന് ചിലപ്പോൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് വീട്ടുകാരെ എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കാൻ ചെയ്യും, അവരായിരിക്കും തിരിച്ചു കുത്തുക. അത് നമുക്ക് താങ്ങാൻ പറ്റുമോ? ഞാൻ പട്ടയത്ത് കഴിഞ്ഞ് കുറച്ച് പള്ളിയൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, വെറുതെ ഇങ്ങനെ ഒരു അച്ഛനെ നിന്നാൽ പോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. അപ്പോൾ വലിയ കാര്യമൊന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ ഇരുന്ന ഒരു പള്ളിയിൽ ഇന്നലെ ഇവിടെ വന്ന എൽദോസിൻ്റെ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഞാൻ അവിടുത്തെ സമാജക്കാരോട് പറഞ്ഞു, നിങ്ങൾ മാസത്തിൽ ഒരു 100 രൂപ എനിക്ക് തരണം. അന്ന് കുറേ വർഷം മുമ്പാണ്. അപ്പോൾ ആ ചേച്ചിമാർ പറഞ്ഞു, നിങ്ങൾ തരാം. അവർ തന്നെ കണ്ട് വേറെ 2-3 പേരും കൂടെ തന്നു. അങ്ങനെ ഒരു മാസം എൻ്റെ അടുത്ത് 100-500 രൂപ അന്ന് കിട്ടും. ഒരു 2006-2007 കാലഘട്ടങ്ങളിൽ ഈ 10-500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മാസം ഒരു 2-3 പേർക്ക് മരുന്ന് വാങ്ങി അന്ന്. അപ്പോൾ ഇത് പതുക്കെ പതുക്കെ ഇച്ചിരിച്ച് വളർന്നു. പിന്നെ ഞാൻ വേറൊരു പള്ളിയിലെത്തി കഴിഞ്ഞപ്പോൾ ഇച്ചിരിയുടെ പൈസ കൂടുതൽ ആളുകൾ തന്നു. അങ്ങനെ ഞാൻ പിന്നീട് ഇച്ചിരി പൈസ കൂടുതൽ ഇട്ട് കഴിഞ്ഞപ്പോൾ 2012 ആയി കഴിഞ്ഞപ്പോൾ പൈസയുടെ ഇച്ചിരി കൂടി ആളുകൾ തരുന്നത്. അപ്പോൾ ഞാൻ ഈ നേഴ്സിങ്ങിനൊക്കെ പഠിക്കുന്ന പാവപ്പെട്ട പിള്ളേർക്ക് ഫീസ് അടയ്ക്കാൻ ഇച്ചിരി പൈസ ഇട്ട് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 2-3 പിള്ളേർക്ക് ഞാൻ പലരുടെ അടുത്തായിട്ട് കാശൊക്കെ വാങ്ങിക്കൊടുത്ത് കാര്യമൊക്കെ ചെയ്തു. അതിനുശേഷം കോവിഡ് വന്ന സമയത്ത് ഞാൻ ഈ തമിഴ്നാട്ടിലെ ഒരു പള്ളിയിലാണ്, ഞങ്ങളുടെ വയനാട്ടിൻ്റെ ബോർഡർ തമിഴ്നാടാണ്, അവിടുത്തെ ഒരു പള്ളിയിലാണ്. അവിടെ ഇരിക്കുമ്പം ഭവന സന്ദർശനം നടത്തിയപ്പോൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും ഭയങ്കര വിഷമം. കാരണം നേഴ്സിങ്ങിന് പിള്ളേരെ പഠിക്കാൻ വിട്ടിട്ട് ഈ കോവിഡ് പെട്ടെന്ന് വന്നതോടുകൂടി ഇതുങ്ങൾക്കൊന്നും ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല. പിന്നെ തമിഴ്നാടായതുകൊണ്ട് ലോണും കിട്ടുന്നില്ല. അവിടെ നീലഗിരിയിൽ വലിയ വിഷയമാണ്. അതൊക്കെ ഈ ബഫർ സോണാക്കി പ്രഖ്യാപിച്ചിട്ട്. അപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ചേച്ചി ചേട്ടനും ഭയങ്കര സങ്കടം. എൻ്റെ അച്ഛൻ 2 വർഷം പഠിപ്പിച്ചു, ഇനി എന്നെ ചെയ്യുമെന്ന് അറിയാൻ മേല. ലോൺ കിട്ടുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ച് ചെയ്തതാണ്, കിട്ടിയിട്ടില്ല. അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഇങ്ങനത്തെ വേദന. അപ്പം ഞാൻ പള്ളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ പള്ളി പറഞ്ഞപ്പോൾ പള്ളിക്കാർ പറഞ്ഞു, എൻ്റെ അച്ഛൻ ഞായറാഴ്ച കുർബാന രാവിലെ 5 മണിക്ക് 6 മണിക്ക് കഴിയും. അച്ഛന്മാരുടെ ശമ്പളം തന്നെ പകുതി വെട്ടി കുറച്ച് എവിടെ നിന്ന് സഹായിക്കാനാണ്? പള്ളിയിലുമില്ല പൈസ. ഞാനിങ്ങനെ വിഷമിച്ച് ഇപ്പം ഞാൻ വീട്ടിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു, എന്നാൽ പിന്നെ ആരോടെങ്കിലും നമുക്ക് ചോദിക്കാം. അപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു സാധനമാണ്, പണ്ട് നമ്മൾ സഹായിച്ച പിള്ളേരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അവരുടെ നമ്പറൊക്കെ നോക്കി മെല്ലെ വാട്സപ്പൊക്കെ എടുത്തിട്ട് അതിൻ്റെ വാട്സപ്പൊക്കെ ഞാനിങ്ങനെ ഒരു ഹായ്, ഞാൻ ആ ഹായ് അയച്ചപ്പോൾ തന്നെ അവിടെ നിന്ന് അവർ ഹായ് റജിയച്ച, അച്ഛൻ ഞങ്ങളെ ഓർക്കുന്നുണ്ടോ? അച്ഛനെ ഞങ്ങൾ മറക്കില്ല. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ലഡു പൊട്ടി, ഇവർ നമ്മളെ ഓർക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ അടുത്ത മെസ്സേജ്, മക്കളെ സുഖാണോ, എവിടെയാ? ഇപ്പോൾ ഒരാൾ, ഞാനിപ്പോൾ ന്യൂസിലാൻഡിലാണ് അച്ഛാ, ഞാനിപ്പോൾ ബോംബെയിലാണ് അച്ഛാ, ഞാനിപ്പോൾ ഡൽഹിയിലാണ് അച്ഛാ. അപ്പോൾ ഞാൻ ചോദിച്ചു, എടോ ഇവരൊക്കെ ഓരോ സ്ഥലത്ത് എത്തിപ്പെട്ടല്ലോ. ഞാൻ ചോദിച്ചു, മക്കൾക്ക് സുഖാണോ? സുഖാണ്. അപ്പോൾ 1-2 ദിവസം മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛന്മാരുടെ സ്വഭാവം എടുത്ത് ഞാൻ പറഞ്ഞു, മക്കളെ അച്ഛനിപ്പം മെസ്സേജ് അയച്ചതിൻ്റെ പുറകെ അച്ഛനിപ്പം നടത്തുന്ന പള്ളിയിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, ചെറിയൊരു സഹായം. അതിന് റിപ്ലൈ ഇല്ല. പിറ്റേ ദിവസം ഞാൻ ഒന്നോടെ അയച്ച്. സാധാരണ ഞാൻ അയച്ചു കഴിയുമ്പം എനിക്ക് അന്ന് വാട്സപ്പിനെ കുറിച്ച് അത്ര ധാരണയില്ല, 2 ടിക്ക് ഇങ്ങനെ വരുമായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ ഇതും പറഞ്ഞോട് അയച്ചപ്പോൾ 1 ടിക്കേ ഉള്ളൂ. അപ്പം ഞാൻ പിള്ളേരോട് ചോദിച്ചതെന്താ അങ്ങനെ? അപ്പം അവരച്ഛനെ ബ്ലോക്കാക്കി. ഞാൻ വൈകുന്നേരം വീട്ടിൽ ഇരുന്നിട്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഈ മെനക്കെട്ട ജാതിയെ ഒന്നിനെ സഹായിക്കരുത്. ഇതുകൊണ്ടൊക്കെ സ്വഭാവമുണ്ടോ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് മനസ്സിൽ വെറുപ്പും കലിപ്പും. അതിൽ 2-3 കുട്ടികളുടെ മുഖം എൻ്റെ മനസ്സിൽ വന്നു. അത് ഞാൻ ഒരു വ്യക്തിയോടൊക്കെ ചെന്ന് ചോദിച്ച അയാൾ എന്നെ ഇച്ചിരി ഇതൊക്കെ പറഞ്ഞു, അച്ഛൻ വേറെ പണിയില്ലെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒരു കൊച്ചിന് ഫീസ് കൊടുത്തത്. ആ കൊച്ചാണ് എന്നോട് മറുപടി പറഞ്ഞത്, അച്ഛന് ഞങ്ങളെ അറിയാമല്ലേ, ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ട അച്ഛൻ ജീവിക്കുന്നത്, ഒന്ന് പച്ച പിടിച്ച് വരുന്നേ ഉള്ളൂ, ഉള്ളതുപോലെ ചെയ്യാട്ടോ. എനിക്കത് ഭയങ്കര വിഷമമായി അങ്ങനെ പറഞ്ഞത്. പൈസ ഒന്നും ആ പിള്ളേർ അങ്ങനെ ആരും തന്നില്ല. ആരും ഒരാളെ 5000 രൂപ അയച്ചത്, എന്നാലും തന്നില്ല. ദൈവത്തിന്റെ കൃപ കൊണ്ട് വേറെ ആരാണ്ടൊക്കെ കുറച്ച് പൈസ ഒന്നും കുറച്ചൊക്കെ സഹായിച്ചു, കാര്യമായിട്ടും ചെയ്യാൻ പറ്റും. എന്നാലും ഓക്കെ. അപ്പം എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ കലിപ്പായി. അങ്ങനെ ഞാനൊരു ദിവസം തൂത്തുട്ടി ധ്യാനേന്ദ്രത്തിലിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സക്രിയ ഫെലിക്സിന് തിരുമേനി അപേക്ഷകൾ പാസ്സാക്കുകയാണ് ഈ കോവിഡിൻ്റെ സമയത്ത്. അപേക്ഷ, വീട് പണി 50,000, അവിടെ വിവാഹധന സഹായം 1 പവൻ. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്ക്. തിരുമേനി എന്താ കുറേ പേരെ സഹായിക്കാം. അപ്പം ഞാൻ ചെയ്യും, എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ തിരുമേനിക്ക് ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ തിരുമേനി എന്നോട് പറയാണ്, അച്ഛൻ യൂട്യൂബിൽ എൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്, ഇഷ്ടം മാതിരി ഉണ്ടല്ലോ. അല്ല, അതിൻ്റെ അടിയിലെ കമൻറ്റ് വായിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, വായിച്ചിട്ടുണ്ട്, മൊത്തം തെറിയ. അത് എഴുതിയത് കൂടുതലും നമ്മളെ സഹായിച്ച ആൾക്കാരാണ്. അപ്പം ഞാൻ ചോദിച്ചു, തിരുമേനി വിഷമാവില്ലേ? വിഷമിച്ചിട്ട് എന്താ കാര്യം? ഞാനൊരു പള്ളിയിൽ ഇങ്ങനെ ധ്യാനത്തിനിരിക്കുമ്പോൾ ഒരച്ഛൻ പ്രസംഗിച്ച്, ഞാൻ ഈ വിഷയത്തിൽ എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഒരച്ഛൻ ഒരൊറ്റ പ്രശ്നം, നിങ്ങൾ ഉപകാരം ചെയ്തിട്ടും നിങ്ങൾ സഹായം കൊടുത്തിട്ടും നിങ്ങൾ നിങ്ങളെ തന്നെ മറന്ന് സഹായിച്ചിട്ടും തിരിച്ചു കുത്തിയ ആളുകളില്ലേ? അപ്പൊ ഞാൻ പറയട്ടെ, നമ്മുടെ വിഷയങ്ങളാണ് പറയുന്നത്. അതിന് അച്ഛൻ വളരെ വചനം, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം, ഇതാ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, കേട്ടോളാം, അങ്ങനെ
ഇങ്ങനെ ആരും ഇതിനകത്ത് മുറിവേറ്റിരിക്കുന്നുണ്ടെങ്കിൽ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് കൽപ്പിച്ചു. അവൻ ഇങ്ങനെ പറഞ്ഞു, ഇടയൻ കോലാടുകളെയും ചെമ്മരിയാടുകളെയും വേർതിരിക്കുന്നത് പോലെ ഞാൻ വേർതിരിക്കും. അപ്പോൾ അവൻ വലതുഭാഗത്തുള്ളവരോട്, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ ദാഹിച്ചിരുന്നു, നിങ്ങൾ എന്നെ കുടിപ്പിച്ചു, ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടു. അപ്പോൾ വലതുവശത്തുള്ളവർ അപ്പോൾ അവൻ, ഈ ചെറിയവരിൽ ഒരുവർ ചെയ്തത് എനിക്കാണ്. എന്നിട്ട് അച്ഛൻ ഒന്നോട് പറഞ്ഞു, അവർ ചെറിയവരാണ്. എനിക്ക് പെട്ടെന്ന് ഫ്രീ ആയി. എന്റെ മനസ്സിനകത്ത് അപ്പം തന്നെ പടപടയെന്ന് പറഞ്ഞ് ചീട്ട് കൊട്ടാരം ഇടിഞ്ഞു വീഴുന്ന പോലെ ആ വേദന മാറി. അവരാരാണ്? അവരൊക്കെ പറ, അല്ല അവരൊക്കെ പറഞ്ഞേ, ചെറിയവരാണ്. എന്താ ചെറിയവർ? അവരുടെ പേഴ്സ് ഇപ്പൊ വലുതായിട്ടുണ്ട്, അവർക്ക് ജോലിയൊക്കെ കിട്ടി, പേഴ്സ് വലുതായിട്ടുണ്ട്, അവരുടെ മനസ്സ് വലുതായി വരുന്നേ ഉള്ളൂ. അവർ ചെറിയവരാണ്. അവരുടെ ഞെരുക്കത്തിന്റെ ഓർമ്മകളിൽ അവർ വളർന്നിട്ടില്ല. നമ്മൾ വിചാരിച്ചു അവർ വലിയവരാണ്, വലിയവരായിട്ടില്ല. അവരായിക്കൊള്ളൂ. പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്ക് ആ ദേഷ്യം തോന്നി കൊച്ചുങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പൊ ദൈവം എന്നോട്, എടാ നിനക്ക് ആരെങ്കിലും എന്നിട്ട് സഹായം തന്നാർന്നോ? ഞാൻ പറഞ്ഞു, തന്നായിരുന്നു. നീ ചോദിച്ചിട്ടാണോ തന്നെ? അല്ല, ഞാൻ പറഞ്ഞു വിട്ടതാ. പ്രിയപ്പെട്ടവർ, എപ്പോഴും ഞാൻ ആലോചിച്ചു, ഞാൻ ചോദിക്കേണ്ട ചില ആളുകൾ എന്റെ കാശ് കൊണ്ട് തന്നു. ഈ പിള്ളേർ കൊടുക്കാൻ വേണ്ടി കാശ് മറ്റുള്ളവർ കൊണ്ട് തന്നു, ഞാൻ ചോദിച്ചിട്ടേ ഇല്ല. അപ്പൊ ദൈവം പറഞ്ഞു, ഞാൻ പറഞ്ഞു വിട്ടതാ. ഇതാ സ്നേഹത്തിൽ വളരുക. ഞാൻ ഈ പിള്ളേരെ കാണുമ്പോൾ ഓർക്കും എന്റെ മനസ്സിനകത്ത് കലിപ്പാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുതരും. അപ്പൊ ഞാൻ പറഞ്ഞത്, ശത്രുക്കളും ഉപദ്രവിക്കുന്നവരെയും മുമ്പിൽ കൊണ്ടിടും. പ്രാർത്ഥിച്ച് സ്നേഹിക്കുക. ഒരു ഉപകാരമില്ല എന്ന് കരുതുന്നവർ, ഞാനിത് ചെയ്തുകൊണ്ട് ഒരു ഗുണം എനിക്കില്ല എന്ന് കരുതുന്നു, അവിടെ നീ സ്നേഹിക്കാൻ തുടങ്ങുക. ദൈവം നിന്നെ വാഴ്ത്തും. നീ നന്മ ചെയ്തിട്ട് നിന്നെ മുറിപ്പെടുത്തിയവരുണ്ടാവും. അവർ ചെറിയവരാണ് എന്ന് നീ തിരിച്ചറിയുക. ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? ഒന്ന്, നമ്മളങ്ങനെ സ്നേഹത്തിൽ വളർന്നില്ലെങ്കിൽ, ഇതിനകത്ത് നേഴ്സുമാരും ഡോക്ടർമാരൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, നമ്മുടെ ശരീരം തന്നെ കേടാവും. എങ്ങനെയാണ് ശരീരം കേടാവുന്നത്? നമുക്ക് എതിർപ്പുള്ള വെറുപ്പുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിന് എങ്ങനെയായിരിക്കും, അല്ലേ? അപ്പൊ നമുക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരുത്തരം നമ്മളിങ്ങനെ ഓപ്പോസിറ്റ് ഇങ്ങനെ വരുന്നത് കാണുകയാണെങ്കിൽ നമുക്ക് നല്ല സുഖമായിരിക്കും, എന്തൊരു വിഷമായിരിക്കും, അല്ലേ? ശരീരത്തിന് തന്നെ കേടാണ്. ഈ പിള്ളേർക്ക് അറിയില്ലായിരിക്കും, നിങ്ങൾ ഈ വാളപ്പുളി കണ്ടിട്ടുണ്ടോ? സാരം മനസ്സിലായി? വാളപ്പുളി പഴുത്തത് കണ്ടിട്ടുണ്ട്. നന്നായി പുളിയെന്നല്ലേ പറഞ്ഞത്, ബൈബിളൊന്നുമല്ലല്ലോ. പുളി കണ്ടിട്ടുണ്ടല്ലേ? അതിങ്ങനെ പഴുത്തെടുക്കുന്ന ഉപ്പൊക്കെ കൂട്ടി ഇങ്ങനെ തിന്നിട്ടുണ്ടോ? ഇങ്ങനെ പുളി ഇങ്ങനെ കുറച്ച് ഉപ്പൊക്കെ കൂട്ടി ഇങ്ങനെ. ഇപ്പൊ നിങ്ങളുടെ നാവിൽ എന്താ വന്നത്? ഇവിടെ പുളി ഉണ്ടോ? പുളി പോലും ഇല്ല. ഞാൻ ഈ പുളി എന്ന വാക്ക് ഇങ്ങനെ പറഞ്ഞപ്പം ആ സംഭവം നമ്മൾ ആലോചിച്ചപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ ശരീരത്തിന്റെ ഹോർമോൺ പ്രവർത്തിച്ച് എന്റെ വായിൽ വരെ വെള്ളമായി പോയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ നെഗറ്റീവ് അനുഭവങ്ങൾ തലയിൽ കിടന്നാൽ എന്താ കുഴപ്പം? ശരീരത്തെ അത് ബാധിക്കും. അതുകൊണ്ട് ദൈവം പറഞ്ഞത്, നിങ്ങൾ ആകുലപ്പെടരുത്. 365 പ്രാവശ്യം പറഞ്ഞിരിക്കുകയാണ്, ഭയപ്പെടരുത്, ആകുലപ്പെടരുത്. അതെങ്ങനെ ചെയ്യേണ്ടത് ഞാൻ താഴെ പറയാം. രണ്ടാമത്തത്, ശരീരത്തിന് എന്തെങ്കിലും പറ്റിയാൽ വല്ല പ്രഷറിന്റെ കൂടിയും അതും ഇതൊക്കെ വാങ്ങി തന്നെ കൈകാര്യം ചെയ്യും. മനസ്സിന്റെ അവസ്ഥ ഇങ്ങനെ ക്ഷമിക്കാത്ത മുറിവേറ്റ മനസ്സുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പം അറിയുമോ? മനസ്സിന്റെ ധൈര്യം പോകും. അത് ഒരു 10-40 വയസ്സൊക്കെ കഴിഞ്ഞ് ഒരു രക്ഷ ഉണ്ടാവില്ല. മനസ്സിന്റെ ധൈര്യം പോയി കഴിഞ്ഞാൽ പിന്നെ അതുപോലെ സൈക്കാട്രിസ്റ്റിനൊക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്യാം. പക്ഷെ അതിനകത്ത് ആത്മീയ പ്രശ്നമുണ്ട്. കേട്ടോളൂ, എന്താണ്? സ്നേഹത്തിൽ വളരാത്ത മനസ്സ്, എന്നെ കേൾക്കണം, സ്നേഹത്തിൽ വളരാത്ത മനസ്സ് ഭയത്തിന്റെ അടിമത്തത്തിലേക്ക് വീഴും. ഭയത്തിന്റെ അടിമത്തത്തിൽ വീണ മനസ്സ് അന്ധവിശ്വാസങ്ങളുടെ അടിമത്തത്തിലേക്ക് വീഴും. എത്ര കേവലം വലിയ പ്രാർത്ഥനയ്ക്കായിരിക്കും, പക്ഷെ അന്ധവിശ്വാസത്തിന്റെ അടിമത്തത്തിൽ വീഴുന്നവർ. നമുക്ക് ആ വിശ്വാസത്തിൽ ഉറപ്പുണ്ടാവും. അന്നേരമാണ് വീട് പണിയാൻ നേരത്ത് കന്നിമൂല കേട്ടിട്ടുണ്ട്. അങ്ങനെ സാധനം കന്നിമൂലയല്ല, കന്നിമൂല കേട്ടിട്ടുണ്ട്. വലിയ വലിയ പാടാണ്. ഒരു ധൈര്യമില്ല. യാക്കോബക്കാരൻ ഒരു ധൈര്യമില്ല, വീട് വെക്കാൻ ധൈര്യമില്ല. വലിയ പ്രാർത്ഥനക്കാരനൊക്കെ ആയിരിക്കും, എല്ലാ ആഴ്ചയും കുർബാന സ്വീകരിക്കും, കുമ്പസാരം ഒക്കെ ഉണ്ട്. വീട്ടിലെ കാര്യം വരുമ്പോൾ പേടിയാണ്. രാഹുകാലം നോക്കണം, ഗുളികോദയം നോക്കണം, ആകെ പ്രശ്നമാണ്. കാരണം മനസ്സിനകത്ത് ധൈര്യമില്ല. നിങ്ങൾ വയനാട്ടിൽ വരികയാണെങ്കിൽ മീനങ്ങാടി കൽപ്പറ്റ റോഡിൽ മുട്ടിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആയിരിക്കുന്ന ശ്രുതിയുടെ വീടിൻ്റെ അടുത്താണ് എൻ്റെ വീട്. എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ ആ മാണ്ടാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ ഞാനൊരു വീട് വെച്ചിട്ടുണ്ട്. കന്നിമൂലയിൽ തന്നെ ടോയ്ലറ്റ് വെച്ചേക്കുന്നത്. ദൈവകൃപയ്യ എൻ്റെ കയ്യിരിപ്പിന്റെ കുഴപ്പമില്ലാണ്ട് വീട്ടിൽ ദൈവം ഒരു കുഴപ്പവും വരുത്തിയിട്ട് ചുമ്മാ പറയുക നമ്മളിതുകൊണ്ട്. ഞാനൊരിക്കൽ ഒരു പള്ളിയിൽ ഇരിക്കുകയാണ്. ഞാൻ ആ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരപ്പച്ചൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ചു അടുത്ത ഞായറാഴ്ച അച്ഛൻ
ഉച്ചയ്ക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാം. അപ്പം ഞാനും ഞങ്ങൾ കുടുംബമായിട്ടൊന്ന് പോയിക്കൊണ്ടിരുന്നു. അപ്പം എല്ലാവരും കൂടെ വരും. അപ്പം ഞാൻ പറഞ്ഞ അത്യാവശ്യം അവർ വീട്ടിലെ അച്ഛൻ എന്താണേലും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, എന്താ പക്ഷേ ആ പള്ളിയിലെ ഏറ്റവും ഭയഭക്തി ഉണ്ട് എന്ന് എല്ലാവരും പറയുന്ന ഒരു നല്ല കുടുംബം, ഒരു മോശം പറയാനില്ല, ഭയഭക്തിയുള്ളൊരു കുടുംബം, ഒരു പ്രാർത്ഥിക്കുന്ന നല്ലൊരു ഒന്നാന്തര യാക്കോബായക്കാരുടെ കുടുംബം. ആ പച്ച പറഞ്ഞു, അടുത്ത ഞായറാഴ്ച എൻ്റെ മകൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടു പോകണം. അവിടെ അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്, 7-ാം മാസം കൂട്ടിക്കൊണ്ടു പോകും. ഇവിടെ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത് സാർ? ആ 7-ാം മാസം കൂട്ടിക്കൊണ്ടു പോകണം. കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചിറക്കണം. ഞങ്ങളുടെ മക്കളെയും മക്കളെയും ഒക്കെ അങ്ങനെ അച്ഛന്മാരൊന്ന് പ്രാർത്ഥിച്ചിറക്കിയേക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വരാം, നല്ല കാര്യം, ഞാൻ വരാം. ഒരു 11:30 ആകുമ്പോൾ ഞാൻ വണ്ടി കൊണ്ട് വരാം. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ അപ്പച്ച. 2 സ്റ്റെപ്പൊന്ന് മാറിയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞത് അനുഗ്രഹമാണ് അപ്പച്ച. അപ്പൊ ഈ അപ്പച്ചൻ എന്നോടൊരു വാക്ക് പറഞ്ഞു, അച്ഛന്മാർ വന്ന് പ്രാർത്ഥിച്ചിറക്കിയിട്ടുണ്ടല്ലോ, എൻ്റെ മക്കളുടെയും മക്കളുടെയും ജീവിതത്തിൽ എല്ലാം സുഖപ്രസവ, ഒരു സിസേറിയ പോലും വന്നിട്ടില്ല. ദൈവാനുഗ്രഹ അച്ഛ. നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കും. എൻ്റെ ചങ്ക് പടച്ചു പോയി. എൻ്റെ പൊന്നെ, ഞാനെങ്ങാനും ചെന്ന് പ്രാർത്ഥിച്ചിട്ട് ആ മെനകെട്ട പെണ്ണെങ്ങാനും സുഖപ്രസവം നടത്തിയില്ലെങ്കിൽ ആൾക്കാർ പറയും ഈ പുള്ളിക്കൊരു. അപ്പൊ എനിക്ക് അന്നേരം പുള്ളിക്കുള്ളിൽ ടെൻഷൻ തുടങ്ങി, ദൈവമേ സുഖപ്രസവമായിരിക്കും. ഞാൻ അന്ന് തൊട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ അടുത്ത ഞായറാഴ്ച സുഖപ്രസവത്തിനുള്ള പ്രാർത്ഥന. ഞാൻ ശുശ്രൂഷക്കാരനോട് ചോദിച്ചു, ചേട്ടാ വണ്ടിപുതാശയുടെ പുസ്തകവും പരിപുതാശയുടെ പുസ്തകമുണ്ട്, പ്രസവത്തിലൂടെ പുസ്തകം. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, അച്ഛനെ നമ്മോട് മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. അപ്പം ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ എൻ്റെ പ്രാർത്ഥനയുടെ വാക്കൊക്കെ കേട്ടിട്ട് കൊച്ചിനെ പ്രസവിക്കാൻ തോന്നണമല്ലോ. അങ്ങനെ പ്രാർത്ഥനയൊക്കെ സെറ്റപ്പാക്കി ഞാനിരിക്കുക. വണ്ടി വന്നു, ടർക്കിയൊക്കെ ഇട്ട് എന്നെ കയറ്റിയിരുത്തി വലിയ ആദരവോടെ കൊണ്ടുപോയി. വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു 10-75 ആൾക്കാർ അവിടെ ഉണ്ട്. ചെന്നപ്പോൾ തന്നെ അപ്പച്ചൻ പറഞ്ഞു, ദേ അച്ഛൻ വന്നു, ഭയങ്കര സ്വീകരണം. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിച്ചറിഞ്ഞു. അപ്പോൾ ഭക്ഷണത്തിന് ഇരുത്തി. അപ്പോഴത്തേക്കും പെൺകൊച്ച് അണിഞ്ഞൊരുങ്ങി വന്നു. അവളെ വിരിപ്പോ സാരിയൊക്കെ കൊടുത്ത് വയറിട്ടെന്ന് മാത്രമേ ഉള്ളൂ, മണവാട്ടിയെ പോലെ വന്നേക്കണേ. ഇവനുണ്ട്. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പായ എടുത്തിട്ടു. പെൺകൊച്ച് മുമ്പിൽ വന്ന് നിൽക്കുന്നു, ഭർത്താവ് ഇപ്പുറത്ത്, വീട്ടുകാരെല്ലാവരും കൂടെ നിൽക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ സത്യത്തിൽ ഞാൻ ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ചു, എൻ്റെ പൊന്നു ദൈവം എന്നെ നാണം കെടുത്തരുത്. എന്നെ കൊണ്ട് അറിയാവുന്നവരൊക്കെ ഞാനും പ്രാർത്ഥിച്ചു, കർത്താവേ സുഖപ്രസവം എന്നെ കൊടുക്കണമേ, അനുഗ്രഹിക്കണമേ, കൊച്ചിനും തലയ്ക്കും കുഴപ്പമൊന്നും വരരുതേ, അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ പെൺകൊച്ച് എൻ്റെ മുമ്പിൽ വന്നിട്ടൊന്ന് ഇങ്ങനെ വണങ്ങി. അവൾക്ക് എന്തോരം വളയാൻ പറ്റുമോ അത്രയും ഒരു പറഞ്ഞു. അവൾ നിവർന്നപ്പോൾ അവൾ എൻ്റെ കയ്യിലേക്ക് ഒരു കവർ തന്നു. ഞാൻ വിചാരിച്ചു വല്ല ആപ്ലിക്കേഷൻ ആയിരിക്കും എന്ന്. എന്നാന്നറിയാൻ പറ്റില്ല. പള്ളിക്ക് ഒരു സ്കൂളുണ്ട്, LKGക്കുള്ള ആപ്ലിക്കേഷൻ നേരത്തെ കൊടുക്കുന്നതാണോ എന്ന് അറിയാൻ പറ്റില്ല. കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി കാശാണ്. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ എങ്ങനെ പ്രസവിക്കാൻ പ്രാർത്ഥിച്ചിട്ട് കാശ് കിട്ടുന്നത്. അപ്പം ഞാനിങ്ങനെ ഒന്ന് അന്തം വിട്ട് നിൽക്കുകയാണ്. ഇനി എൻ്റെ മുഖത്തേക്ക് നോക്കണേ. ഞാൻ ഈ പൈസ ഇങ്ങനെ വാങ്ങി, സത്യത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. കാശ് എൻ്റെ കൈ കിട്ടിപ്പോയി. കപ്പിയാർ, ശുശ്രൂഷക്കാരൻ എൻ്റെ മുഖത്തേക്ക് നോക്കട്ടോ. പുള്ളി എൻ്റെ നേരം നോക്കിയിട്ട് 2 പ്രാവശ്യം ഇങ്ങനെ കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കമ്മിറ്റിക്കാർ വഴക്കുണ്ടാക്കും, അതുകൊണ്ടായിരിക്കും. പക്ഷെ ഇവർ തന്ന തരവൊക്കെ കണ്ടപ്പോൾ തിരിച്ചു കൊടുക്കുന്ന രീതിയിലല്ല, അത്ര സ്നേഹത്തോടെ തന്നത്. അപ്പം ഞാനൊരു 2-3 സെക്കൻഡ് ഇങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പുള്ളി എൻ്റെ നേരം ഇങ്ങനെ കാണിച്ചു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാനൊരു പൊട്ടനാണെന്ന് ഇവനും മനസ്സിലായി. അപ്പോൾ ഈ പുള്ളി ഒരു കാര്യം ചെയ്ത് എൻ്റെ കുപ്പായത്തിൻ്റെ സൈഡിൽ പിടിച്ചിട്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയുടെ പുറകെ, ഇടയൻ കുഞ്ഞാടുകളെയും കൊണ്ട് പോകുന്ന പോലെ ഞാൻ പുള്ളിയുടെ പുറകെ സിറ്റ് ഔട്ടിൽ ചെന്നു. ഞങ്ങൾ സിറ്റ് ഔട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ കാറ് സ്റ്റാർട്ടാക്കി ഡോർ റെഡിയാക്കി ഇരിക്കുന്നു. പുള്ളിയുടെ അച്ഛൻ വണ്ടി കയറാൻ പറഞ്ഞു. ഞാനും കയറി, പുള്ളിയും കയറി. എനിക്ക് ആകെ മുഖത്തൊരു ചമ്മലൊക്കെ ആയിപ്പോയി. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ശരി. വണ്ടി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ അതെന്താ നമ്മളങ്ങനെ പെട്ടെന്ന് വന്നേ? അപ്പോൾ പുള്ളി എന്നോട് പറയാം, അച്ഛാ ഇവിടെ ഇങ്ങനെയാണ്, ഈ വീട്ടിൽ ഇങ്ങനെയാണ്. ഞാൻ പെണ്ണിറങ്ങാൻ പോവുക. ഞാൻ ചോദിക്കണ്ട, അച്ഛന്മാരെ കാണി കണ്ട കൊള്ളൂല. അച്ഛന്മാർ ശബനം കണ്ടാൽ ശരിയാവില്ല, അതുകൊണ്ട് അച്ഛൻ വേഗം വിട്ടോളൂ, എന്നിട്ടാണ് അവർക്ക് ഇറങ്ങാൻ. വലിയ പ്രാർത്ഥനയുള്ള വീടാണ്. ആ വണ്ടി ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ച, ആ പള്ളിയിൽ എല്ലാ ആഴ്ചയിലും ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, എൻ്റെ അച്ഛാ നടു മുഴുവൻ പൊട്ടിയിരിക്കുകയാണ്, കഴുത്ത് വേദനയാണ്, അച്ഛൻ പ്രാർത്ഥിക്കണം. ആ ചേച്ചി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുടം നിറച്ച് വെള്ളം പിടിച്ചിട്ട് ഇങ്ങനെ വന്നു, മൊത്തം വെട്ടി ഇങ്ങനെ വന്നിട്ടുണ്ട്. നിറകുടം. ആരുടെ വീട്? നമ്മൾ ചിരിക്കണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല ആളുകളുടെയും തലയ്ക്കകത്ത് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ ഒത്തിരി കയറി കിടക്കുകയാണ്. കന്നിമൂലിൽ അതിടാൻ പാടില്ല, അച്ഛനെ കണി കാണാൻ പാടില്ല, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. തലയ്ക്കകത്ത് അന്ധകാരം കയറി കിടക്കുന്നു. ഒന്ന്, ശരീരത്തിൽ അസ്വസ്ഥത ഉണ്ടാവുന്നു. മനസ്സ് ഭയത്തിന്റെ അടിമത്തത്തിൽ ചെന്ന് വീഴുന്നു. 3, ആത്മാവോ
എഫെസ്യ ലേഖനം 4-ാം അധ്യായം 27-ാം തിരുവചനം, കോപിക്കും, പാപം ചെയ്യരുത്. എഫെസ്യ 4:27 പറയാണ്, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. തിരുവചനം പറയുകയാണ്, ഒരു വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് കോപം കെട്ടിക്കിടന്നാൽ, പക കെട്ടിക്കിടന്നാൽ പിശാച് അതിന്മേൽ ആധിപത്യം സ്ഥാപിക്കും. അവന്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന അനേകം നന്മ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ക്ഷമയെന്ന വാക്ക് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകെ ഒരു വാഗ്ദാനം കൂടെ ഉണ്ട്. യേശു ക്ഷമയെ കുറിച്ച് പറഞ്ഞാൽ ഒരു സമ്മാനം കൂടെ അപ്പം തന്നെ വെക്കും. നിങ്ങൾ ക്ഷമിക്കുവീൻ, നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ ക്ഷമിക്കുവീൻ, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. നിങ്ങൾ ക്ഷമിക്കുവീൻ, നിങ്ങൾ ദൈവമക്കളാകും. അതിന്റെ പുറകിലെല്ലാം ഓഫറുണ്ട്. ഞാനെന്തിന് ഇത്ര ചെയ്തത് പറഞ്ഞു പറയും. ഈ 8 നോമ്പിലൂടെ ഇന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആരുടെയെങ്കിലും ഹൃദയത്തിനകത്ത് ശരിയാണ്, നമുക്ക് ഒത്തിരി സങ്കടവും വിഷമമുണ്ട്. മുറിപ്പെടുത്തിയ വ്യക്തികളോടുള്ള ആന്തരിക ഭാരം കൊണ്ടാണ് ഹൃദയം കൊണ്ട് നടക്കുന്നതെങ്കിൽ ഈ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുക. ധ്യാനത്തിന് പുറത്തേക്ക് ഇറങ്ങി വേണ്ട തന്നെ ഫോൺ വിളിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചില ആളുകളെ ചിന്തിക്കാൻ പറ്റില്ല. ഒരിക്കലും പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛാ, എൻ്റെ ജീവിതം ഇതുപോലെ തൊലച്ചൊരു മനുഷ്യൻ എന്നെ ദുരുപയോഗം ചെയ്തു, എൻ്റെ ജീവിതം ഇങ്ങനെയാക്കി. അവനെ കുറിച്ച് ഓർക്കുമ്പോൾ അവൾ കൊണ്ടിരിക്കാൻ കാരണം അവളുടെ കൈയുടെ രണ്ടത്ത് ഇങ്ങനെ മൊത്തം വരച്ചു വെച്ചിരിക്കുകയാണ് ഈ ബ്ലേഡ് കൊണ്ട്. മരിച്ചാൽ മതി എന്ന ചിന്തയാണ്, പക്ഷെ മരിക്കാൻ അവർക്ക് പറ്റുന്നുമില്ല. ഞാൻ അവളോട് പറഞ്ഞു, അവൻ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ നീ പ്രാർത്ഥിക്കും. അവൾ രൂക്ഷമായിട്ടാണ് നോക്കി. അച്ഛൻ എന്താ പറയുന്നത്? അച്ഛൻ്റെ മകനാണെങ്കിൽ ഞാൻ പറഞ്ഞു, നിന്റെ ഈ ശരീരത്തിനാണ് ഇത്രയും പ്രശ്നം. നിന്റെ ഈ ശരീരത്തിൽ വന്ന പ്രശ്നം പരിഹരിക്കാൻ പറ്റിയൊരു ദൈവമുണ്ട്. കാരണം നീ ദൈവമുമ്പിൽ വിലയുള്ളവളാണ്. അവനോട് പറഞ്ഞു, എൻ്റെ ശരീരം അച്ഛാ വേറെ പുരുഷനെ ചതിക്കാൻ എനിക്ക് ഇനി പറ്റുമോ? അപ്പൊ ഞാൻ മറ്റൊരു അച്ഛൻ പറഞ്ഞു, ഉദാഹരണം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ വേഗം എൻ്റെ പേഴ്സ് തുറന്നിട്ട് 100 രൂപ എടുത്തു. ഞാൻ ചോദിച്ചു, ഇതെങ്ങനെയുണ്ട്? അപ്പോൾ ഒരു നല്ല രൂപയാണ്, നല്ല നോട്ടാണ്. വേറൊരു അച്ഛൻ ചെയ്ത് കാണിച്ച ഉദാഹരണമാണ്. അപ്പൊ പെട്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ ഈ പൈസക്ക് വിലയുണ്ടോ? വിലയുണ്ട്. ഞാൻ എൻ്റെ വില എത്ര? 100 രൂപ. അപ്പൊ ഞാനതിങ്ങനെ ചുരുട്ടി കൂട്ടി, മൊത്തം ഇങ്ങനെ ചുരുട്ടി കൂട്ടി ഇങ്ങനെ ചുരുട്ടിയിട്ട് ഞങ്ങൾ ഇതിനെ കസേര താഴെ കിട്ടും എടുക്കാൻ പറഞ്ഞു. ഞാൻ ഈ നോട്ടിന്റെ സ്ഥിതിയാണ് ചുരുക്കി കൂടിയിട്ടുണ്ട്. അവർ എടുത്താൻ പറഞ്ഞു. എടുത്തി. ഇതിന്റെ വില എത്രയാണ്? എത്ര? 100 രൂപ. ഞാൻ പറഞ്ഞു, ഇതിന്റെ വാല്യുണ്ട്. കാരണം എന്തറിയോ? ഇതിന്റെ പുറകിൽ ഒപ്പിട്ടൊരുത്തനുണ്ട്. എന്റെ മുമ്പിൽ ഇരിക്കുന്ന മോളെ, ഈ ഭൂമിയിൽ നിന്നെ തെറ്റിദ്ധരിപ്പിച്ചൊരുത്തൻ പിച്ച് ചീന്തിയെങ്കിലും നിന്റെ വില വലുതാണ്. നിന്റെ ഉടയവൻ മസീഹയാണ്. അവള് കരഞ്ഞു. ഞാൻ പറഞ്ഞു, അറിവില്ലാതെ നിന്നെ വിഷമിപ്പിച്ചൊരുത്തനുണ്ട്, നീ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവളിങ്ങനെ കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛ 6-7 മാസമായി ഒന്ന് കരഞ്ഞാൽ ഈ ചങ്ങി കിടന്ന സാധനമൊക്കെ പോയേനെ. അച്ഛൻ ആ പൈസ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചപ്പോൾ എനിക്കും തോന്നി എനിക്കും വില ഉണ്ടല്ലോ. അവളിരുന്ന് കുറച്ചേരം കരഞ്ഞെഴുന്നേറ്റിട്ട് പള്ളിയിലേക്ക് പോയി. അവളോട് 6 മാസമായി കുർബാന സ്വീകരിച്ചിട്ട് അയാളുടെ കലിപ്പും ജീവിതത്തിൽ വന്ന നിരാശയും കാരണം കുർബാന പോലും സ്വീകരിച്ചില്ല. കുർബാന സ്വീകരിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ ചോദിച്ചു, കുർബാന സ്വീകരിച്ചപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ അവൾ എന്നോട് പറയണം, എൻ്റെ നെഞ്ചിനകത്ത് കത്തിക്കൊണ്ടിരുന്ന ഒരു തീ കെട്ടുപോയച്ച എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ ഓർക്കണം, ദൈവത്തിന് എങ്ങനെ സമർപ്പിക്കുക. ഒന്നാമത് അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം, സ്നേഹത്തിൽ വളർന്നില്ല എങ്കിൽ ശരീരം കടാവും, മനസ്സ് ഭയത്തിന്റെ അടിമത്തത്തിൽപ്പെടും. അടുത്തത് അന്ധവിശ്വാസത്തിന് കീഴ്പ്പെടും. പിശാചിന്റെ ആധിപത്യം നമ്മുടെ മേലുണ്ടാവും. സാത്താൻ അവസരം കൊടുക്കരുത്. അതുകൊണ്ട് ഇരുന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, എൻ്റെ അച്ഛ, ഞങ്ങൾക്ക് ക്ഷമിക്കണം എന്നൊക്കെ ഉണ്ട്. ക്ഷമ വരണ്ടേ? അച്ഛൻ അങ്ങനെയൊക്കെ പറയാം, ക്ഷമ വരണ്ടേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയും. ഞാൻ ഒരു നല്ല ചെറുപ്പക്കാരനായിരുന്നില്ല അച്ഛനാകുമ്പോൾ. അപ്പൊ നിങ്ങളായിരിക്കും, ഈ മനകെട്ടവനെയൊക്കെയാണോ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എൻ്റെ ചെറിയ ജീവിതത്തിൽ അച്ഛൻ ഞാൻ ഇടറിപ്പോയി. ഇച്ചിരി കുഴപ്പം പരിപാടിയൊക്കെ പോയി ഇച്ചിരി അങ്ങോട്ട് ഇടറിപ്പോയി. എൻ്റെ പള്ളിയിൽ നിന്ന് ഒത്തിരി ദൂരെയാണ് എൻ്റെ വീട്. അപ്പം ആയതുകൊണ്ട് തന്നെ എൻ്റെ പള്ളിയിലുള്ളവർക്കൊന്നും എൻ്റെ സ്വഭാവം അറിയില്ല. അതുകൊണ്ട് സെമിനാരിൽ പോകുന്നത് എല്ലാവരും പറഞ്ഞു, വിട്ടേക്കാൻ പറഞ്ഞു. അറിയുന്നവരാണെങ്കിൽ ഒറ്റ മനുഷ്യൻ പിടിക്കില്ല. മൊത്തത്തിൽ ഇച്ചിരി പ്രശ്നമുള്ള വീടായിരുന്നു. അങ്ങനെ ഞാൻ സെമിനാരിൽ ചെന്നു. സെമിനാരിയിൽ നല്ലൊരു ജീവിതമൊന്നും നയിച്ചില്ല. ഇച്ചിരി പുസ്തകമൊക്കെ വായിച്ച് പഠിച്ചു. കാര്യമായിട്ടൊരു പ്രാർത്ഥന ജീവിതമൊന്നും സെമിനാരിൽ നയിച്ചില്ല. തിരിച്ച് വീട്ടിലൊന്ന് യൂഹാനോ ഫിലിക്സിനസ് തിരുമേനിയാണ് മദ്രാപുരത്ത്. തിരുമേനി പറഞ്ഞു, ഇവിടെ അച്ഛന്മാരില്ല, എത്രയും വേഗം അച്ഛനാവും. അപ്പൊ ഞാൻ പറഞ്ഞു, തിരുമേനി കല്യാണമായില്ല. അപ്പൊ തിരുമേനി പറഞ്ഞു, 100 ദിവസം സമയം തരാം, അതിൻ്റെ ഉള്ളിൽ കല്യാണം കഴിച്ച് അച്ഛനായിട്ട് പോകും. നെട്ടോട്ടോടാൻ തുടങ്ങി പെണ്ണ് കെട്ടാൻ വേണ്ടിയിട്ട്. ചമ്മാച്ചനെന്ന് കേൾക്കുമ്പോൾ തന്നെ പെൺപിള്ളേർ പറഞ്ഞു, എന്നാ പിന്നെ വേണ്ട, പെണ്ണേ കിട്ടുന്നില്ല. 2 മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, എടാ തിരുമേനി എന്നോട് പറഞ്ഞു അച്ഛനാകാനായോടെ 2-3 അച്ഛന്മാരില്ല, വലിയ വിഷമത്തിലാണ്.
നിന്നെയാണ് ആദ്യം സെലക്ട് ചെയ്തേക്കുന്നത്. എൻ്റെ കൂടെ 3 അച്ഛന്മാരുണ്ട്. അതിൽ 2 പേർക്ക് എന്നെക്കാൾ ഇച്ചിരി പ്രായം കുറവായതുകൊണ്ട് അവർക്ക് അളവ് കൊടുത്തു. ഒരാൾ പഠിക്കാൻ പോയി, ഒരാളുടെ ചേട്ടൻ കെട്ടാനുണ്ട്. അപ്പം നിന്നെയാണ് ആദ്യം അച്ഛനാക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ കല്യാണം ആയില്ല. തിരുമേനി പറഞ്ഞത് കല്യാണം ആയില്ലെങ്കിൽ ഡയറാക്കാരനാക്കുന്നു. അതോടെ ചങ്ക് പൊട്ടിപ്പോയി. ജീവിക്കണം എന്നെ പെണ്ണ് കെട്ടാനായിരുന്നു അന്ന്. അപ്പം നമുക്ക് ആകെ വിഷമായി. അപ്പം എന്നോട് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, എടാ നിനക്ക് വേറെ പണിയൊന്നുമില്ല, അച്ഛനായിട്ട് നടക്കുന്നത്. എനിക്ക് അല്ലെങ്കിൽ തന്നെ ഭയങ്കര ചമ്മലായി ഉടുപ്പിട്ട് നടക്കാൻ. കാരണം അതിന് പറ്റിയൊരു സാഹചര്യത്തിലല്ല നമ്മൾ വളർന്നത്. അതുകൊണ്ട് ഞാൻ പള്ളിയിലൊക്കെ പോകുമ്പോൾ ഒരു കനാലിൻ്റെ സൈഡിൽ എത്തുമ്പോൾ കുപ്പായം എടുത്തിടും. ഞങ്ങളുടെ നാട്ടിലുള്ളവർക്കൊക്കെ എന്നെ ശരിക്കും ചമ്മാച്ചനായപ്പോൾ കുപ്പായം കണ്ടിട്ടില്ല. ആ കനാലിൻ്റെ അവിടെ നിന്ന് കുപ്പായം എടുത്തിടും. തിരിച്ചു പോയപ്പോൾ അത് പ്ലാസ്റ്റിക് കൂട്ടിലാക്കി തിരിച്ചു വീട്ടിൽ പോയി. ഒരു ദിവസം തിരുമേനി അരമനയിലേക്ക് വിളിച്ചു. വേറെ വീട്ടിലെ ഫോണിലേക്കാണ് വിളിക്കുന്നത്. അത് ഉച്ചയ്ക്കാണ്. സാധാരണ നമ്മൾ രാവിലെ പോകുമ്പോഴാണ് ഈ പ്ലാസ്റ്റിക് കൂടുന്നത്. ഉച്ചയ്ക്ക് എന്നിട്ട് കനാലിൻ്റെ അവിടെ ഇടാൻ പറ്റില്ല, അവിടെ പണിക്കാരുണ്ടാവും. അപ്പം മോശമല്ലേ. അപ്പോൾ ഗതികേട്ടിൽ ഇതിടേണ്ടി വന്നു. അപ്പം ഞാൻ ഇതിട്ടിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ എനിക്ക് ഭയങ്കര കാരണം ആൾക്കാരൊക്കെ ആദ്യമായിട്ട് കാണുകയാണ് ഞാൻ ചമ്മാച്ചക്കുപ്പായിട്ട് പോകുന്നത്. ഞങ്ങളുടെ അവിടെ ആരും കണ്ടിട്ടില്ല എന്നെ. ഞാനിങ്ങനെ ഒളിച്ചു പത്ത് നടക്കുന്നത്. എനിക്കറിയാം കണ്ട ആൾക്കാർ ആ ഒരു സ്റ്റാൻഡേർഡിലാണ് നമ്മളുള്ളത്. അപ്പം ഞാനങ്ങനെ പോകുമ്പോൾ ഞങ്ങളുടെ അവിടെ മുസ്ലിം കുടുംബമുണ്ട്. 14 മക്കളുണ്ട്. ഇളയ ചെറുക്കൻ്റെ പേര് ഇക്ബാൽ എന്നാണ്. ഇക്ബാൽ പുള്ളി വലിയ ആളായി. ഇക്ബാൽ അവനിങ്ങനെ ദൂരേന്ന് നോക്കി ഞാൻ വരുന്നത് വെള്ളക്കുപ്പായിട്ട് ഇങ്ങനെ വരികയല്ലേ. അപ്പോൾ അവൻ അവിടെ തൊട്ട് ഈ മനകെട്ട ചെറുക്കനെ ഉറക്കെ വിളിച്ചു പറയുന്നത്. 3-4 വയസ്സുള്ളൂ. അവൻ പറയാം, ഉമ്മാ ഉമ്മാ നോക്കുമോ. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എന്താ ഗതികേട്ടാണെന്ന്. ഒരു ചങ്ങായി നൈറ്റിട്ട് ബെൽറ്റ് കെട്ടി വന്നത്. അതോടുകൂടി എനിക്ക് ആകെ വിഷമായി. നമ്മളെക്കുറിച്ചൊരു അഡ്രസ്സ് തന്നെ ഇങ്ങനെയാണ്. അപ്പം അങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പം എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞാടാ, നീ ഒരു കാര്യം ചെയ്യും, ഇതൊക്കെ ഊരി പറിച്ച് കളഞ്ഞിട്ട് നീ എൻ്റെ കൂടെ ആന്ധ്രയ്ക്ക് പോ, എനിക്ക് അവിടുത്തെ സ്കൂളുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു, അമ്മച്ചി ഞാൻ ഊരാൻ പോകും. അമ്മച്ചി പറയാം, എൻ്റെ പൊന്നു മോനെ ഇത് ഊരല്ലേ, ഊരിക്കഴിഞ്ഞാൽ വീട്ടിൽ ഭ്രാന്ത് ഊരും എന്നൊക്കെയാണ് പറയണത്. അതുകൊണ്ട് മോൻ ഊരരുത്. എനിക്ക് ആകെപ്പാടെ പ്രയാസമായി. ഉള്ളിൽ പ്രാർത്ഥനയില്ല, കല്യാണം നടക്കുന്നില്ല, ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. എന്നും പ്രതിസന്ധി. വീട്ടിലാണെങ്കിലും പ്രശ്നം. അപ്പനും അമ്മയും ഒക്കെ കലകവും ബഹളവും. ഒരു സമാധാനം. റെക്കോർഡ് ചെയ്തേക്കരുതല്ല, അപ്പൻ എന്നെ കൊല്ലും. ആകെപ്പാടെ പ്രശ്നം. അപ്പോൾ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, മോനെ നീ ആ പോട്ടയിൽ ഒരു ധ്യാനകേന്ദ്രം എല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോട്ടക്കാരെ കുറിച്ച് എന്നോട് പറയുന്നത് വെറും തട്ടിപ്പോ എനിക്കറിയാം. അവൾ എടാ നീ ഒന്ന് ചെല്ലി. ഞാൻ അവിടെ ചെന്ന് കണ്ടമാനം ആൾക്കാരുണ്ട്. അവിടെ 10-12 ആൾക്കാർ ധ്യാനം കൂടാണ്. ഞാൻ ഏറ്റവും പുറകിൽ പോയിരുന്നു. അപ്പോൾ എനിക്കറിയാം തട്ടിപ്പാണ്, മൊത്തം തട്ടിപ്പാണ്. അത്ഭുത അടയാളമൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ്. അവരിങ്ങനെ കൈവക്കാൻ പറയുമ്പോൾ ഞാൻ നോക്കില്ല. അവർ ഹല്ലേലൂയ പറയുമ്പോൾ ഞാൻ പറയില്ല. ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചൊവ്വാഴ്ച അവിടെ നിന്ന് പോരാൻ തീരുമാനിച്ചു. ഞായറാഴ്ച ചെന്നു, ശനിയാഴ്ച വരെ ഉണ്ട്. ഞാൻ ചൊവ്വാഴ്ച ബാഗ് എടുത്ത് പോരാൻ വേണ്ടി ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ ഈ ചേട്ടൻ്റെ അത്ര ഒരു വലിയ ചേട്ടൻ കഴുത്തെ പിടിച്ചിട്ട് എങ്ങോട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പോകും. കേരളാകത്ത് നടന്നത് അവിടെ പോലീസുകാരെ പോലെ ശുശ്രൂഷക്കാർ. ഞായറാഴ്ച അല്ലാണ്ട് ഇവിടെ പുറത്തിറങ്ങില്ല. അവർ ചോദിച്ചു ഞാനത്തെ കള്ളുപിടിയാനാണ്, കള്ള് കിട്ടാത്തതുകൊണ്ട് ഇറങ്ങി പോകണത്. അവരെന്നെ പിടിച്ച് അതിനകത്ത് തന്നെ ഇട്ടു കുടുങ്ങി. ബുധനാഴ്ച അവിടെ നിന്ന് ഒരു അച്ഛൻ അനൗൺസ് ചെയ്തു. അന്ന് നമുക്ക് ഈ ഭാഷയൊന്നും അറിയാൻ പറ്റില്ല. കുമ്പസാരിക്കേണ്ടവർക്ക് കുമ്പസാരിക്കും. ഞാൻ ഓടിപ്പോയി കുമ്പസാരിച്ചു. കുമ്പസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ കുമ്പസാരിപ്പിച്ച അച്ഛൻ ഒരു കപ്പ് വെള്ളത്തിൽ കുടിച്ചു കാണും. അതുപോലത്തെ കുമ്പസാരം ഞാൻ കുമ്പസാരിച്ചു. പറയാം നമുക്കറിയാൻ പറ്റും കുമ്പസാര കൂടിനകത്തിരിക്കണേ. അതിനകത്ത് ആളുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പറ്റില്ല. എല്ലാം കൂടെ പറഞ്ഞു. എനിക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചെറിയൊരു ആശ്വാസം കിട്ടിയെന്നല്ലാണ്ട് വലിയ സന്തോഷമൊന്നും കിട്ടിയില്ല. ഞാൻ ഇറങ്ങിപ്പോയി. തിരിച്ചു വന്നു കഴിഞ്ഞപ്പം അവിടെ അച്ഛൻ ചോദിച്ചു കൗൺസിലിംഗ് വേണ്ട ഒരു കൈവക്കാൻ. സത്യത്തിൽ ഞാൻ വിചാരിച്ചു അതിന് പോയ വല്ല ഭക്ഷണം കിട്ടുമായിരിക്കും. നമുക്കറിയില്ല കൗൺസിലിംഗ് എന്താണെന്ന് അന്ന് അറിയില്ലായിരുന്നു. വേണ്ട ഒരു കൈവക്കാൻ പറഞ്ഞു. ഞാൻ കൈവക്കി. നമ്മളെ കൗൺസിലിംഗിന് കൊണ്ടിരുത്തി. അവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ യാക്കോബായ സഭയിൽ ഒരു ചെമ്മാസനാണ്. എനിക്ക് കൊള്ളാവുന്ന ഒരാളുടെ പനക്കലച്ചനോ നായ്ക്കമ്പറമ്പിലച്ചനോ കൗൺസിലിംഗ് തരണം. അപ്പോൾ ആ ശുശ്രൂഷക്കാരൻ എൻ്റെ നേരെ നോട്ടം നോക്കി. പനക്കലച്ചൻ തരാൻ പറ്റിയ ടീം ആ ഒരു ഭാവത്തിൽ. ഞാൻ പറഞ്ഞു അങ്ങനെ ആരെങ്കിലും നോക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞു. ഒരു 80 വയസ്സുള്ള ഒരു അപ്പച്ചൻ. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പുള്ളിയുടെ അടുത്ത് തിയോളജി പഠിച്ച് എന്നെ കൊണ്ട് കൗൺസിലിംഗിൽ ഇരിക്കുകയാണ്. പുള്ളി ഞാൻ കൂടെ കുറേ നേരം വർത്താനം പറഞ്ഞു. എന്നിട്ട് പുള്ളി പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ചെമ്മാച്ചൻ അതരാത്മ എന്നാരാ പ്രാർത്ഥിക്കട്ടെ, ഞാനല്ലേ, അതല്ലേ ഇത്. പുള്ളി പ്രാർത്ഥന തുടങ്ങി. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാനിങ്ങനെ പുള്ളിയുടെ നേരം നോക്കി. പുള്ളി എന്നോട് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു. പുള്ളിയുടെ ശൈലിയൊക്കെ പറഞ്ഞു കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ കണ്ണടച്ചിരിക്കും. പ്രാർത്ഥിച്ചിട്ട് എന്നോടൊരു ചോദ്യം ചോദിച്ചു. ജോസഫ് ആരാന്ന് ചോദിച്ചു. പുള്ളി ചോദിച്ച് തീരുന്നതിന് ഞാൻ പറഞ്ഞു കന്യാമറിയാമിൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞു. ആ പുള്ളി എന്ന് പറഞ്ഞു അതല്ല നിന്നോട് ചോദിച്ചത്. അതുവരെ എന്നെ ബ്രദറേന്നാണ് വിളിച്ചത്. പുള്ളിയുടെ ശൈലിയൊക്കെ മാറിയത്. അതല്ല നിന്നോട് ചോദിച്ചത്. നിന്റെ ജീവിതത്തിൽ ജോസഫ് ആരാന്ന് ചോദിച്ചു. സത്യത്തിൽ എനിക്ക് പേടിയായി. ഞാൻ പറഞ്ഞു ജോസഫോ. അപ്പം ഞാനിങ്ങനെ എനിക്ക് ഒറ്റ ജോസഫിനെ ഓർമ്മയില്ല. കുറേ ജോസഫ് പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ കിട്ടി. പക്ഷെ അങ്ങനെ ഒരു ജോസഫിനെയും കിട്ടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ജോസഫ് എന്ന് പറയുന്ന ആളെൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. പുള്ളി വീണ്ടും പ്രാർത്ഥിച്ചു പറഞ്ഞു നിന്റെ ജീവിതത്തിൽ ജോസഫ് ആരാണ്. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു അപ്പച്ചാ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒരാൾ ഓർമ്മ കിട്ടുന്നില്ല.
അയാൾ കുറച്ചുകൂടെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കർത്താവായ യേശുവേ ഇവന് വെളിപ്പെടുത്തണമേ. ജോസഫ് ആരാ? പെട്ടെന്നൊരു മുഖം എൻ്റെ മുമ്പിൽ. അവൻ്റെ പേര് മാമോദീസ പേരാണ് ജോസഫ് എന്ന്, ഞങ്ങൾ വിളിക്കുന്ന വേറെ പേരാണ്. ഒരു മുഖം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഈ പുസ്തകത്തിൻ്റെ പുറകിൽ നിന്ന് എൻ്റെ ബലഹീനതയെ ഞാൻ ഈ പറയുന്നത്. ഈ വ്യക്തിയാണ് എൻ്റെ ജീവിതത്തെ ഒത്തിരി തകർത്ത് കളഞ്ഞത്. എൻ്റെ ജീവിതത്തിലെ എല്ലാ തെറ്റായ ജീവിത ശൈലികളിലേക്കും പോകാനുള്ള, ഞാനൊരു പാപത്തിൽ വീഴാനുള്ള പ്രധാന കാരണം ഇവനോടുള്ള കലിപ്പും വെറുപ്പും എനിക്ക് അളന്നിട്ടില്ല. പക്ഷെ അതങ്ങനെ എവിടെയോ കിടക്കുകയാണ്. സ്വർഗ്ഗം അത് വെളിപ്പെടുത്തി. എന്നോട് ഈ മനുഷ്യൻ പറഞ്ഞു, ജോസഫിനോട് ക്ഷമിക്കാതെ നീ ഒരു പൗരോഹിത്യ വേല ചെയ്യില്ല. ജോസഫിനോട് ക്ഷമിക്കാതെ ദൈവത്തിന്റെ സ്നേഹം നിന്നിൽ ഇറങ്ങില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് അവനോട് മാത്രം ക്ഷമിക്കാൻ പറ്റില്ല, വേറെ ആരോട് വേണേലും ഞാൻ ക്ഷമിക്കാം. അവനെ കുറിച്ച് ഓർക്കുമ്പോ അവനോട് ക്ഷമിക്കാതെ നിന്റെ മേൽ ദൈവസ്നേഹം ഇറങ്ങില്ല. ഞാൻ ഒറ്റ കാര്യത്തിലും ഇറങ്ങി. ഞാനൊരു 3-4 വർഷം കേട്ടോ കരഞ്ഞിട്ട്. അങ്ങനെ കരയുന്ന ആളെന്നായിരുന്നില്ല. അത് പിന്നെ എൻ്റെ ഏതോ സെൻസ് പോയി. പിന്നെ ഞാൻ പെട്ടെന്ന് കരയും. ഏതൊരു സാധനത്തിൽ എന്തോ പറ്റിയിരിക്കും. അല്ലെങ്കിൽ ഞാനങ്ങനെ കരയൊന്നുമില്ലായിരുന്നു. ഞാൻ കുറെ കരഞ്ഞു. പോയി ഇരുന്നോളം പറഞ്ഞു. ഞാൻ ഏറ്റവും മുമ്പിൽ ഇവിടെ വന്നിരുന്നു. ഏറ്റവും മുമ്പിലത്തെ കസേരകളിൽ നിന്നിരുന്നു. ഒരച്ഛൻ പ്രസംഗിച്ചിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ എന്നെ കരയാം. അച്ഛൻ പറഞ്ഞു, ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ദൈവവേലയ്ക്ക് പോകാൻ താല്പര്യമുള്ളൊരു കൈവക്കാൻ പറഞ്ഞു. അങ്ങനെ വിളിക്കപ്പെട്ടൊരു കൈവക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ കസേരയിൽ കൈവക്കി. അവർ എഴുന്നേറ്റ് നിന്നു. അപ്പൊ ഞാൻ എഴുന്നേറ്റ് നിന്നു. 10-12 ആൾക്കാർ ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്നിട്ട് അച്ഛൻ വിളിച്ച് പറഞ്ഞു, ഇത്രയും ആൾക്കാരുടെ ഇടയിൽ 2 ആളുകളെ ദൈവവേലയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഞാൻ പുറകോട്ട് നിൽക്കുമ്പോൾ അവിടെ ഒരു സിസ്റ്റർ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ഇവിടെ ഞാനുണ്ട്, വേറെ ആളില്ല. അത്ര ആൾക്കാരുടെ പ്രാർത്ഥന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ജോസഫിനോടുള്ള ആ കെട്ട് എൻ്റെ തലയിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഞങ്ങളുടെ വീട് രക്ഷപ്പെട്ടു. എന്നെ അറിയുന്ന പിള്ളേർ ഇവിടെ ഇരിപ്പുണ്ട്, എന്നെ അറിയുന്ന മക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ എന്താ പറയുന്നറിയോ? ഞങ്ങളുടെ വീട് മാറി, ഞങ്ങളുടെ ജീവിത സാഹചര്യം മാറി, വീടുണ്ടായി, സാഹചര്യങ്ങൾ മാറി. ഒരു ലോട്ടറി ടിക്കറ്റ് ഓടിച്ചതല്ല, ദൈവം വാഴ്ത്തി. ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന ചില നന്മകൾ പിശാച് അടച്ചു. മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കണം. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, കഴിഞ്ഞ നമ്മുടെ ക്ലാസ്, എൻ്റെ അച്ഛൻ ഞങ്ങൾക്ക് ക്ഷമിക്കണമെന്നുണ്ട്, ക്ഷമ വരണ്ടേ? എങ്ങനെ ക്ഷമ കിട്ടും? എവിടെ നിന്ന് കോരി കുടിക്കാം? പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. 3 സ്ഥലം. ഒന്ന് കാൽവരി ക്രൂശിലേക്ക് നോക്കുക. കാൽവരി ക്രൂശിലേക്ക് നോക്കുമ്പോൾ ഒരു കാഴ്ച കാണാം. ഇതാ മസിഹായുടെ ശരീരത്തിൽ നിന്ന് ഒഴുകി വരുന്ന രക്തം. ആ രക്തത്തിലൂടെ നീ ആ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ ആ ആധാരങ്ങളിൽ നിന്ന് ഇങ്ങനെ വിതുമ്പുന്നുണ്ട്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. ഈ പ്രാർത്ഥനയിലേക്ക് ചേരുക. ക്ഷമ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം ഒഴുകും. 2 കാൽവരി ക്രൂശിനെ ധ്യാനിക്കുക. 2 തലയിൽ ഇരുട്ട് കയറാതെ തലയ്ക്കകത്തേക്ക് വെളിച്ചം കയറ്റുക. അതെങ്ങനെയാണ് തലയ്ക്കകത്തേക്ക് വെളിച്ചം കയറ്റുക? യോഹന്നാൻ 8:12, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ഈ വചനം വായിക്കുക. ഇത് വായിക്കുക. ഞാൻ ആ ധ്യാനം കഴിഞ്ഞ് വന്നിട്ട് ആദ്യം ചെയ്ത പരിപാടി, ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴെല്ലാം വായിക്കാൻ തുടങ്ങി. വായിക്കും തോറും എൻ്റെ ഹൃദയത്തിനകത്തേക്ക് എന്തൊക്കെയോ പ്രകാശം കയറുന്നു. ഈ പുസ്തകം ഇത് വായിക്കുക, ഇത് ധ്യാനിക്കുക, ഇത് മുറുകെ പിടിക്കുക. ദിവസവും ഇത് വായിക്കുക. ഇത് വായിച്ചിട്ട് വചനത്തിലൂടെ ജീവിതത്തിലേക്ക് ദൈവത്തെ സ്വീകരിക്കുക. 3 കാൽവരി ക്രൂശിലേക്ക് നോക്കുക. 2 വെളിച്ചം പകരുന്ന ഈ വചനം എടുത്ത് ജീവിക്കുക. മൂന്നാമത്തത് ആരെയും വിധിക്കരുത്. നീ വിധിക്കുന്ന വിധിയാൽ നിന്നെയും വിധിക്കാതിരിക്കുക. വിധിക്കേണ്ട പലതും തലക്കകത്തേക്ക് വരും. വിധിക്കുന്നതിന് പകരം ദൈവത്തിന് വിട്ടുകൊടുക്കുക. തീർച്ചയായിട്ടും ഞാൻ പറയും, ഈ പുസ്തകത്തിന്റെ പുറകിൽ സ്വർഗം വെളിപ്പെടുത്തിയ യേശുവിന്റെ വചനമാണെങ്കിൽ ഈ വചനം നമ്മൾ അനുസരിക്കാൻ തുടങ്ങിയാൽ അതിന്റെ വാഴ്വ് ദൈവം ജീവിതത്തിൽ തരാൻ തുടങ്ങും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ എന്ന് പറയാൻ ഉദ്ദേശിച്ചത്, സ്നേഹത്തിൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റൂ. ആയതുകൊണ്ട് ഹൃദയത്തിൽ കെട്ടിക്കിടക്കുന്ന എല്ലാ മുറിപ്പെട്ട അനുഭവങ്ങളെയും അതിന് കാരണക്കാരായ വ്യക്തികളെയും അച്ഛൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അവരെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾ ആ കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇനി ഞാൻ പറയുന്നതൊന്ന് ചെയ്യുക. ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല. സാധ്യമാണെങ്കിൽ കസേരയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ആ 2 കൈകളും ഇങ്ങനെ മടിയിൽ മലർത്തി പിടിക്കുക. കണ്ണുകളടച്ച് കരങ്ങൾ മലർത്തി പിടിച്ചിട്ട്
ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. ആ കൈകളിൽ നിങ്ങൾ എടുത്തു വെക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും മുറിപ്പെടുത്തിയ വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ കൂടി എടുത്തു വെക്കുക. അടുത്തിരിക്കുന്ന ആൾ എന്ത് ചിന്തിക്കുന്നു ഒന്നും ഇപ്പം ചിന്തിക്കരുത്. നിന്റെ ജീവിതത്തെ മുറിപ്പെടുത്തിയ, കണ്ണടയ്ക്കുമ്പോൾ പോലും നിനക്ക് കലിപ്പ് തോന്നുന്ന ഏതെങ്കിലും വ്യക്തിത്വങ്ങൾ, അത് അമ്മയാകാം, അമ്മാവി അമ്മയാകാം, അപ്പനാകാം, അമ്മയപ്പനാകാം, സഹോദരനാകാം, അയൽവാസിയാകാം, ജീവിത പങ്കാളിയാകാം, ഒരുപക്ഷെ മക്കളാകാം. ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ കൈകളിൽ മലർത്തി വെച്ച കൈകളിലേക്ക് എടുത്തു വെക്കുക. നിന്നെയും അവരെയും ആ കൈകളിൽ വെച്ചിട്ട് അതിൻ്റെ നടുക്കിലേക്ക് യേശുവിനോട് വരാൻ പറയുക. എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, ഈ ജീവിതത്തിലേക്ക് വരണമേ. ഞാൻ ഉറപ്പിച്ചു പറയാം, എൻ്റെ ജീവിതത്തിലെ ബലഹീനതകളിൽ എന്നെ തൊട്ടൊരു ദൈവം, ഞാൻ അനുഭവിച്ചൊരു ദൈവം, ആ ദൈവം അനുഗ്രഹിക്കും. വിളിച്ചാൽ ഇറങ്ങി വരുന്ന ദൈവം. ഇത്രയും നിബന്ധനയുള്ളൂ. 2 or 3 പേർ കൂടി വിളിച്ചാൽ നിന്റെ കൈകളിൽ നിന്നെ വിഷമിപ്പിച്ച വ്യക്തിയെ കൂടി വെച്ചിട്ട് ഈ 8 നോമ്പിന് നീ പ്രാർത്ഥിക്കുക. 8 നോമ്പിന് മാതാവിൻ്റെ അരികിലേക്ക് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ നെഞ്ചിൽ കെട്ടിവെച്ചോണ്ടല്ലേ വന്നത്. ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ആ പ്രാർത്ഥനാ വിഷയത്തിലേക്ക് ഇറങ്ങാനുള്ള പ്രധാനപ്പെട്ട തടസ്സമാണ്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കാൻ കഴിയാതെ കിടക്കുന്ന ഏതെങ്കിലും അവസ്ഥകളുണ്ടെങ്കിൽ അത് ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കുക. നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകുവാൻ യാക്കോബിന് പ്രത്യക്ഷപ്പെട്ട ദൂതന്മാർ ഇറങ്ങി വരും. ആ മുറിപ്പെടുത്തിയ വ്യക്തിക്ക് വേണ്ടി നീ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. മാതാവിന്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുക. പാട്ടുകാരാദ്യത്തെ ഈരടി ഇങ്ങനെ പാടും, നിത്യസഹായനാഥേ. അപ്പോൾ നിങ്ങൾ കണ്ണുകളടച്ച് അമ്മേ മാതാവേ, യേശുവിനോട് പറയണമേ, എൻ്റെ ജീവിതം ദൈവം ഏറ്റെടുക്കാൻ, എൻ്റെ ഭവനം കർത്താവ് ഏറ്റെടുക്കാൻ, എൻ്റെ മക്കളെ കർത്താവ് ഏറ്റെടുക്കാൻ, എൻ്റെ രോഗം സുഖപ്പെടാൻ, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആശ്വാസവും സമാധാനം ഉണ്ടാകാൻ, എൻ്റെ ജോലി സ്ഥലത്ത് സ്വസ്ഥത കിട്ടാൻ, ഈ ഭൗമിക ജീവിതത്തിൽ ഞാൻ ഒരു അനുഗ്രഹമായി തീരാൻ, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ സ്വർഗം ഇടപെടാൻ അമ്മേ മാതാവേ മശിഹായോട് അപേക്ഷിക്കണമേ. കണ്ണുകളടച്ച് കരങ്ങൾ മലർത്തിപ്പിടിച്ച് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിത്യസഹായനാഥേ. മാതാവിന്റെ സാന്നിധ്യം കൊണ്ട് ഈ ആലയം നിറയട്ടെ. നീറുന്ന മാനസങ്ങൾ, കണ്ണീരും താഴ്വരകൾ, അവനവന്റെ മനസ്സിനെ കുറിച്ചാണ്. അതൊരിക്കൽ കൂടെ നീറുന്ന മനസ്സങ്ങൾ, God.